ഗ്രഹാന്തരീക്ഷം ആത്മീയത നിലനിൽക്കണം. അതാണ് സുബൈന്റെ വാങ്ക് കേട്ടു, വീട്ടിൽ നിന്ന് ഒദു ചെയ്യുക പുരുഷൻ, 2 റക്അത്ത് സുന്നത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കുക, എന്നിട്ട് ഒദുവോട് കൂടെ നടന്നു പോവുക പള്ളിയിലേക്ക് ജമാഅത്തിന്. എന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരുന്നോ. വീട്ടിൽ മലായിക്കത്തിന് കാവലേർപ്പെടുത്തിയിട്ടാണ് നീ പോയിരിക്കുന്നത്, പേടിക്കണ്ട. നിന്റെ ഭാര്യ വീട്ടിലെഴുന്നേറ്റു, കുളിച്ചു, അവൾ ഒദു ചെയ്തു, അവൾ നിസ്കരിച്ച്, വീട്ടിൽ തന്നെയാണ് അവളെ ഫറളും അവളെ സുന്നത്തും. ഇത് നിന്റെ മക്കള് കാണുന്നുണ്ട്, ഇവിടെ മലായിക്കത്ത് നിറയുന്നുണ്ട്, അവളെ ഇബ്ലീസിന് പ്രവേശനമില്ല. ആ വീട്ടിലെ മക്കൾക്ക് സ്വലാഹിയത്ത് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതിനെന്ത് വേണം? കുടുംബത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാര്യ ഭർത്താവ്. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും തമ്മിലെ കടമകളെ കുറിച്ച് പറയുന്ന അതൊരു വലിയ ചർച്ചയാണ്. ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. എന്താണ് ഇതിന്റെ അടിത്തറ? മനസ്സും തമ്മിൽ പൊരുത്തപ്പെട്ട ഭാര്യ ഭർത്തൃ ജീവിതം, അവർക്കാണ് കുടുംബത്തിന്റെ യഥാർത്ഥമായ ഉൾവിളി ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ. ഭാര്യയുടെ പിതാവ്, ഭർത്താവിന്റെ പിതാവ്, ഭാര്യയുടെ മാതാവ്, ഭർത്താവിന്റെ മാതാവ്, ഇത് രണ്ടും സ്നേഹാദരവിന്റെ മനസ്സുകൊണ്ട് കാണാൻ അവർക്ക് 2 പേർക്കും സാധിക്കണം. കുടുംബം എന്ന് പറയുമ്പോൾ വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കാൻ പറഞ്ഞതിനെ, അല്ലാഹു തആല അടുപ്പിക്കാൻ പറഞ്ഞതിനെ, അല്ലാഹു തആല കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞതിനെ, അല്ലാഹു തആല പൊരുത്തപ്പെട്ടു കൊണ്ടുപോകാൻ പറഞ്ഞതിനെ, വയഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്. പടച്ചവനെ, മാതാപിതാക്കളോട് പിണങ്ങിയാൽ, കുടുംബത്തെ പിണക്കിയാൽ അല്ലാഹു വെറുക്കോലോ. വയഖാഫൂന സൂഅൽ ഹിസാബ്, അവസാനം മോശമായി മരിക്കല്ലേ ഭയപ്പെട്ടോട്ടെ. കണ്ടോ, മനസ്സിലാക്കണം നമ്മൾ. കുടുംബ ബന്ധത്തെ തെറ്റിച്ചവൻ വയഖാഫൂന സൂഅൽ ഹിസാബ്, കുടുംബ ബന്ധം നിലനിർത്തുക, അല്ലാഹുവിനെ ഭയപ്പെടുക. അതില്ലാതിരിക്കുമ്പോൾ അവര് ആഖിബത്ത് മോശമായി മരിക്കല്ലേ ഭയപ്പെടട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എത്ര ഗൗരവത്തിലാണ് ഖുർആന്റെ പ്രയോഗം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സാമ്പത്തികമായ സ്നേഹമല്ല പറയുന്നത്, ആരോഗ്യത്തിന്റെ സ്നേഹമല്ല പറയുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണതുണകളായി കഴിയുമ്പോൾ അവർ തമ്മിലുള്ള മനസ്സിന്റെ പൊരുത്തം, ആരോഗ്യത്തിന്റെയോ അതല്ലെങ്കിൽ സാമ്പത്തിന്റെയോ മറ്റേതെങ്കിലും കുലീനതയുടെയോ ആ വക വിഷയങ്ങളെല്ലാം, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മനസ്സും തമ്മിലുള്ള ഇണക്കമുണ്ടോ, അതെല്ലാം മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഖൽബിൽ നിലനിർത്തുകയാണ്. ആ മനസ്സും തമ്മിൽ പൊരുത്തപ്പെടണോ? നോക്കണം നിങ്ങൾ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസവും ഉണ്ടോ, അതിനെ തട്ടിക്കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ആയുധം അത് ദുആ ആണ്. നമുക്ക് അല്ലാഹു തആല കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ ആയുസ് നമുക്ക് വർദ്ധിച്ചു കിട്ടണോ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ഇബാദത്ത്, അല്ലാഹു കണക്കാക്കിയത് അത് കുടുംബ ബന്ധത്തെ നിലനിർത്തലും മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം ചെയ്യലുമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് നാട്ടിൽ കാണുന്ന പെൺകുട്ടികളില്ലേ, മറ്റൊരാളുടെ ഭാര്യ, മറ്റൊരാളുടെ മകള്, മറ്റൊരാളുടെ പെങ്ങള്, നാട്ടിൽ കാണുന്ന മറ്റു സ്ത്രീകളോട് നിങ്ങൾ മാന്യത പുലർത്തണം. നിങ്ങൾ അവരെ പരിഹസിക്കാനോ അവരെ കൂക്കി വിളിക്കാനോ അവരെ പുറകിൽ നടന്നിട്ട് അവരെ സ്വീപ്പാക്കാനോ നിങ്ങൾ പോകാൻ നിൽക്കണ്ട. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എങ്ങാനും ഒരു ചെറുപ്പക്കാരന്റെ പെങ്ങളെ, അവന്റെ മകളെ, അവന്റെ ഭാര്യയെ, അവന്റെ ഉമ്മയെ നിങ്ങളൊരു ശൈത്താന്റെ ശർറിൽ പെട്ടുകൊണ്ട് സ്വീപ്പാക്കുന്നതിന് വേണ്ടി അവരെ പരിഹസിക്കുന്നതിന്, കളിയാക്കുന്നതിന്, ബലാത്സംഗത്തിന്, വ്യഭിചാരത്തിന് കൂട്ടുനിന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, താമസിയാതെ അത് നിങ്ങൾക്ക് തിരിച്ചടിക്കുന്ന കാലം വരും. അന്യ ആളുകൾക്കുള്ള ഭാര്യ, പെണ്ണ്, ബാക്കിയുള്ളത് ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
എന്റെ മകളാണെങ്കിലോ, അത് എന്റെ ഭാര്യയാണെങ്കിലോ, അത് എന്റെ പെങ്ങളാണെങ്കിലോ, അത് എന്റെ ഉമ്മയാണെങ്കിലോ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇഫ്ഫു അൻ നിസാഇൻ നാസി, എങ്കിൽ തഅഫു നിസാഉക്കും, മറ്റുള്ളവരെ സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക്, മറ്റുള്ളവരെ പെണ്ണുങ്ങൾക്ക്. ഒരു ബസ്സിൽ കയറി ഒരു പെണ്ണ് 2 കുട്ടികളെ എടുത്തിട്ടാ നിൽക്കണം. നമ്മളാണെങ്കിലോ സ്ത്രീകൾ നെയ്തു വെച്ച സീറ്റിലായിരിക്കണം. നീച്ചു കൊടുക്കൂല. നമ്മളിങ്ങനെ നോക്കും വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ, ഇങ്ങനെ കണ്ടക്ടർ എങ്ങാനും വരുന്നുണ്ടോ. ഓർക്കണം മോനെ, നിന്റെ ഭാര്യയാണ് അത്യാവശ്യ ഘട്ടത്തിൽ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ നിൽക്കുന്നതെങ്കിലോ, അല്ല അത് നിന്റെ പെങ്ങളാണെങ്കിലോ, അത് നിന്റെ ഉമ്മയാണെങ്കിലോ, ഇത് ഓർത്തുകൊണ്ട് ഉടനെ എഴുന്നേൽക്കണോ, എന്നിട്ട് അവർക്കൊരു സീറ്റ് കൊടുക്ക്. നാളെ നിന്റെ ഭാര്യയും പെങ്ങളും ഇതേപോലത്തെ അവസ്ഥയിലെത്തുമ്പോൾ അവർക്ക് എഴുന്നേറ്റ് സീറ്റ് കൊടുക്കാൻ അല്ലാഹു തആല വേറെ ആളെ നിശ്ചയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്രത്തോളം റസൂലുള്ളാഹി ഉറപ്പെടുത്തി, വബിറു ആബാഅക്കും, നിങ്ങളെ മാതാപിതാക്കൾ, നിങ്ങളെ പിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്തോ, നിങ്ങളെ പിതാക്കളെ നിങ്ങൾ സംരക്ഷിച്ചോ, എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, തബുറുക്കും അബ്നാഉക്കും, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. വമൻ അതാഹു അഖാഹു മുതനസ്സിലൻ ഫല്യഖബൽ ദാലിക മുഹിക്കൻ കാന മുബ്തില ഫഇൻ ലം യഫ്അൽ ലം യരിദ് അലൽ ഹൗളി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എടോ നിന്നോട് ഇങ്ങോട്ട് വെറുപ്പിൽ കാണിക്കുന്ന ആളാണ്, നീ അങ്ങോട്ട് സ്നേഹത്തിൽ നിന്നോ. നീ അങ്ങോട്ട് സ്നേഹം കാണിച്ചിട്ടും അവൻ നിന്നോട് സ്നേഹം കാണിക്കുന്നില്ലേ, നിന്റെ സ്നേഹം കുറക്കണ്ട. ഓ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലോ അതുപോലെ തന്നെ അയൽവക്കത്തിലോ ഒക്കെയുള്ള ആളുകൾ തമ്മിലുള്ള മാനസിക പൊരുത്തക്കേടിൽ ജീവിക്കുന്നവരെ, ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്താണ് നഷ്ടപ്പെടുന്നത്? നമ്മുടെ ദുർവാശി, നമ്മുടെ പിടിവാശി. അത് കാരണമായി നമുക്ക് നഷ്ടപ്പെടുന്നത് എത്രമാത്രം വലിയ കാര്യങ്ങളാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് പോലും പ്രവേശനമുള്ള ചെറിയ കുട്ടിയായി ഇസ്ലാം മതം സ്വീകരിച്ച സ്വഹാബിയാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഈ സംഭവം പെട്ടെന്ന് പറയുന്നത് സാമ്പത്തികമായ കാരണങ്ങളാൽ. ഇന്ന് പത്രം എടുത്തു നോക്കിയാൽ സ്ത്രീ പീഡനം എന്തിന്റെ എല്ലാം പേരിൽ? സമ്പത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, സന്താന ഭാഗ്യം ഇല്ലാത്തതിന്റെ പേരിൽ ഒക്കെ സ്ത്രീകൾ പീഡനം അനുഭവിക്കുകയാണ്. എടോ, കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നീ ഒരു കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഒരു കുടുംബ ബന്ധത്തിലേക്ക് നീ പുതുതായി കാലെടുത്ത് വെക്കുമ്പോൾ എന്ത് വേണം? തസവ്വദുൽ വലൂദൽ വലൂദ്, നല്ല സ്നേഹമുള്ള പെൺകുട്ടികളെ തറവാട് നോക്കിയിട്ട് നല്ല പോലെ പ്രസവിക്കുന്ന, കൂടുതൽ പ്രസവിക്കുന്ന കുടുംബങ്ങളെ നോക്കിയിട്ട് അതാ കല്യാണം കഴിക്കേണ്ടത്. ഇപ്പൊ നമ്മളെ ആൾക്കാരോ അവിടെ തിരക്കടൊന്നുമില്ല, പക്ഷെ വലിയ കുടുംബ. ഏതൊക്കെ നടക്കാനോ നടക്കാതെക്കാനോ ഏക്കാണ് വലിയ കുടുംബ. നമ്മളൊരു ഐബായിട്ട്, ഒരു കുറവായിട്ട് കാണുക അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പെൺകുട്ടിയൊക്കെയാണെങ്കിലോ, പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഈ സ്വീപ്പ് പെട്ടുപോയി. 2 or 3 ആലം വാഹിദ് ആയില വാഹിദ്, ഗ്ലോബൽ വില്ലേജിലെ മുദ്രാവാക്യപ്പം അങ്ങനെ അല്ലേ? അണുകുടുംബം. ഇപ്പൊ നോക്ക, പടച്ചോന് ഇത്രയൊന്നും പോഷകാഹാരങ്ങളും ബാക്കിയൊന്നും കിട്ടാതെ കഞ്ഞിന്റെ പറ്റും അല്ലേ? പൂളിയും അതിന്റെ കറിയും ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മളെ അമ്മമാര് ജീവിച്ചിരുന്നത്. ഉമ്മയും വല്യമ്മയും ഒക്കെ ഓരോ എത്ര പ്രസവിച്ചു? പടച്ചോനെ, എൻ്റെ ആരോഗ്യത്തിൻ്റെ അറിയണ്ടാത്ത. അതിന് 13 കുട്ടികളാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ 9 മാസം ഗർഭാകണ സമയത്തും അത് പാടത്തേക്ക് നെല്ല് കൊയ്യാൻ പോകും. എന്നിട്ട് ഗർഭമുള്ള ആ ഉമ്മ നെല്ല് കൊയ്ത് കറ്റ ഇങ്ങനെ തലയിലേറ്റിയിട്ട് വന്നിട്ട് ആ ഉമ്മ അതിങ്ങനെ തച്ചിട്ട് ആ കല്ലുമ്മൽ വെച്ച് കണ്ടല്ലോ മണി ഇങ്ങനെ കറ്റതല്ല എന്ന് അതിന് പറയാം. അത് 9 മാസം ഗർഭാകണ സമയത്ത് ചെയ്തിരുന്നു, 13ാമത്തെ പ്രസവത്തിലും. ഇപ്പോഴോ ഇപ്പൊ 13 പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ആകെ സ്വീപ്പായ തന്നെ. നമുക്ക് വോട്ടവകാശം ഇല്ലാത്തടത്തേക്കാ പോകണം. 13 പ്രസവിച്ചാൽ എൻ്റെ അമ്മക്ക് തന്നെ ഞങ്ങൾ 9 മക്കളാണ്.
ഞാനതിലൊരു ആനുകൂല്യം കിട്ടാത്ത ആളാണ്. എന്താണെന്ന് വെച്ചാൽ വലിയ കുട്ടിയാന്നുള്ള ബഹുമാനമല്ല, ചെറിയ കുട്ടിയാന്നുള്ള ഇതുമില്ല. താഴ്ന്ന് ഇങ്ങോട്ട് എണ്ണി നോക്കുമ്പോൾ ഞാൻ 5ാമത്തെ ആളാണ്, മേലിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ 5ാമത്തെ ആളാണ്, സെൻട്രൽ ഫോർവേഡായിട്ട് ഇങ്ങനെ പ്രത്യേകമായിട്ട് നോക്കില്ല. അപ്പോൾ ഇരിക്കട്ടെ. ഇവിടെ ഞാൻ മാതാപിതാക്കളോട് ഈ കഥ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ, വലിയ കുട്ടി എന്നുള്ളൊരു ഉറപ്പുണ്ടാവും, ചെറിയ കുട്ടി എന്നുള്ളൊരു സ്നേഹം ഉണ്ടാവും. പക്ഷേ അത് ഏതിൽ പാടില്ല? പ്രത്യക്ഷ പെരുമാറ്റത്തിൽ പാടില്ല, സ്വത്ത് ഓഹരി ചെയ്യുന്നിടത്ത് പാടില്ല. മനസ്സിലായോ? പ്രത്യേകമായി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെക്കുന്നിടത്ത് പാടില്ല. ഒരാൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ മക്കൾക്കിടയിൽ വ്യത്യാസമുണ്ടാക്കുന്നത് കുടുംബ ബന്ധത്തിന് ചേർന്നതല്ല. പിന്നെയോ, മക്കൾക്കിടയിൽ നീതി പാലിക്കുന്ന അവസ്ഥ മാതാപിതാക്കൾക്ക് കഴിയണം. മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് കഴിയണം. എല്ലാ മക്കളുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അവർക്കിടയിൽ മാനസിക പൊരുത്തക്കേടുണ്ടാകുന്ന അവസ്ഥ. ചില വാപ്പാരുണ്ട്, നല്ല ചോർക്കുള്ള കുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ളൂ. സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുക, കുട്ടികളില്ലാത്തത് കൊണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സ്നേഹമുള്ള തറവാട്, ഭംഗിയുള്ള മുഖം, അത് നോക്കിക്കോ. പക്ഷേ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ നിനക്ക് അടിസ്ഥാനപരമായി നിന്റെ കുടുംബം ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാൻ, നിന്റെ കുടുംബം വേശ്യാവൃത്തിയിലേക്ക് പോകാതിരിക്കാൻ, മക്കളെ രണ്ടിനെയും കിണറ്റിലെറിഞ്ഞിട്ട്, നീ ഗൾഫിൽ നിന്ന് വരുന്ന വിവരം കേട്ട് മക്കളെ രണ്ടിനെയും കിണറ്റിലെറിഞ്ഞിട്ട് ഭാര്യ അതാ കിണറ്റിൽ ആത്മഹത്യ ചെയ്യാൻ പോയിരിക്കുന്നു. ഈ അവസ്ഥ നിനക്ക് വരാതിരിക്കാൻ ദീനുடைய പെൺകുട്ടിയെ കൊണ്ട് വിജയിച്ചോ. ഇന്നലെ നമ്മളെ സിറാജ് പത്രത്തിൽ ഒരു പെട്ടിക്കോളത്തിൽ ആ മൊഴി കണ്ടത് എന്താ കണ്ടത്? വാപ്പയുടെ കൂടെ മകളെ അയക്കാൻ ഉമ്മ ഭയപ്പെടുന്ന കാലം അല്ലേ? സുബ്ഹാനല്ലാഹ്. മകളുടെ മുഖത്തിന്റെ ഭംഗി, അവളുടെ ശരീരത്തിന്റെ പ്രത്യേകത, വാപ്പ വികാരഭരിതമായി മകളെ ഉപയോഗിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. ഈ ആഴ്ചയിൽ എൻ്റെ അടുക്കലെത്തിയിരിക്കുന്ന ഒരു കേസ്, ഞാൻ പൊട്ടിക്കരഞ്ഞുപോയ ഒരു കേസ്. എന്താണ്? സുബ്ഹാനല്ലാഹ്, മകന്റെ വാപ്പ വല്ലിപ്പ പേരക്കുട്ടിയെ വ്യഭിചരിച്ചിട്ട്, ആ വ്യഭിചാരത്തിൽ വല്ലിപ്പാക്ക് മകന്റെ മകൾക്ക് കല്യാണം ഉണ്ടാക്കായിട്ട് വല്ലിപ്പാക്ക് ഭയങ്കര തിരക്ക്, വളരെ ധൃതി പിടിച്ച് കല്യാണമൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് നോക്കുമ്പോൾ കല്യാണത്തിന്റെ പിറ്റേന്ന് ഒരു ക്ഷീണവും വിഷമവും തളർച്ചയും ഒക്കെ പാടെ ഡോക്ടറെ കൊണ്ടുപോയി പരിശോധിച്ച ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞു 4 മാസം അയക്കണം. അപ്പോഴാണ് ഇവനാകെ ബേജാറ്. ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ഒരു രാജ്യത്ത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഈ ഭാര്യ ആരോട് പറയാ? ഭാര്യ ഭർത്താവിനോട്, നിങ്ങളെ വാപ്പാനെ കൊണ്ടല്ലേ എന്റെ കുട്ടി ഇക്കോലത്തിലായത്, ഓർത്തു നോക്കണം നിങ്ങൾ. ഈ ഭാര്യക്കും ഭർത്താവിനും പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ? ഈ മകൾക്ക് ഈ അയ്ബ് ഏതെങ്കിലും ഒരു കാലത്ത് മായ്ച്ചു കളയാൻ പറ്റുമോ? 4 മാസം പ്രായമായിരിക്കുന്ന ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ കാലാകാലവും ആ കുഞ്ഞിവിടെ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് മാന്യത നിലനിർത്താൻ പറ്റുമോ? ഈ കുടുംബത്തിൽ ഇനി ജനിക്കുന്ന കുട്ടികളെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുമോ? ഈ കുടുംബത്തിലേക്ക് ഒരു കുട്ടിയെ കെട്ടിക്കാൻ ഒരാൾ തയ്യാറാകുമോ? ജീവിതത്തിന്റെ ഒരു ദുർബല നിമിഷത്തിൽ പിശാച് നമ്മെ പിന്തുടരുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ പാകപ്പിഴവ്, തെറ്റ്, കാലാകാലവും ഒരു കുടുംബത്തിന് ശാപമായി മാറുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനാണ് വിശുദ്ധ ഖുർആന്റെ ഉത്ബോധനം. തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹ് വിവാഹ ജീവിതമാകുന്ന കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ ദീനുடைய പെൺകുട്ടിയെ കൊണ്ട് വിജയിച്ചോ. ദീൻ നോക്കിക്കോ. എന്താണ് ദീൻ നോക്കേണ്ടത്? ആ വീട്ടിന്റെ അകത്തളം, കുടുംബ സാഹചര്യം, ഗ്രഹാന്തരീക്ഷം, ആത്മീയത നിലനിൽക്കുന്നുണ്ടോ? അതാ നോക്കേണ്ടത്. അല്ലാതെ വാപ്പാക്ക് മുസാബിന്റെ കച്ചവടമാണോ എന്നല്ല നോക്കേണ്ടത്. ദീനില്ലാതൊക്കെ എങ്ങനെ? അയാൾ കിതാബിന്റെ കച്ചവടക്കാരനല്ലേ? അതുകൊണ്ട് വീട്ടിൽ ദീനുണ്ടാകുമോ? അയാൾ നമ്മളെ സ്വന്തം ആളല്ലേ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ദീനുണ്ടാകുമോ? ഗ്രഹാന്തരീക്ഷം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ,
പീഡനം അനുഭവിക്കുന്ന ഒരു അവസ്ഥ പിന്നീട് വരാതിരിക്കാൻ സമ്പത്ത് നോക്കണം, അതുപോലെ തന്നെ ഭംഗി നോക്കണം, തറവാട് നോക്കണം, എല്ലാം പറഞ്ഞിട്ട് എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? ദീനിനാണ് പ്രാധാന്യം. മറ്റെല്ലാം ഒത്തു ദീനില്ലേ, അത് വിട്ടേക്കടോ. മറ്റുള്ളതൊക്കെ കുറവാണ്, ദീനോ അത് എങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്ക്. അതാണ് കുടുംബത്തിന്റെ അടിത്തറ. അതാണ് കുടുംബത്തെ തമ്മിൽ ഇണക്കുന്നത്. അള്ളാഹുവിലെ വിശ്വാസമാണ്. എനിക്ക് ഭംഗി തന്ന ആള് തന്നെയാണ് മറ്റേയാൾക്ക് ഭംഗി കൊടുക്കാത്തത്. ഭർത്താവിന് രോഗം കൊടുത്ത റബ്ബ് നാളെ എനിക്ക് രോഗം തന്നേക്കാം. എനിക്ക് ആരോഗ്യം തന്ന ഭർത്താവ്, എനിക്ക് ആരോഗ്യം തന്ന റബ്ബ് നാളെ അവർക്ക് ആരോഗ്യമില്ലാതാകാം. ഇങ്ങനെയുള്ള അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പടച്ചവനിൽ വിശ്വസിക്കുന്ന, നോക്കൂ നിങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തെ എത്രയാണ് റസൂലുള്ളാഹി വളർത്തിയെടുത്ത ഭാര്യ ഭർത്താക്കന്മാരെ നോക്കൂ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച ബീവി സൈനബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅദ് പറഞ്ഞു. എന്താ റസൂലുള്ളാഹിന്റെ വഅദ്? സ്ത്രീകളെ, നിങ്ങൾ നരകാവകാശികളാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. എന്തേ? ഞാൻ അല്ലാഹു തആല എനിക്ക് നരകം കാണിച്ചു തന്നപ്പോൾ നരകത്തിൽ അധികമായി സ്ത്രീകളെ കാണാനിട വന്നു. ഓരോ മാസത്തിന്റെയും 7 ദിവസം, 4 ദിവസം, 10 ദിവസം, 15 വരെ ദിവസങ്ങൾ ഖുർആൻ ഓതാൻ പറ്റാത്ത ദിവസമുള്ളത് കൊണ്ട് പിശാച് നിങ്ങളെ സ്വാധീനിക്കാൻ കൂടുതൽ അവസ്ഥയാണ്. പിശാച് നിങ്ങളെ കൂടെ കൂടാൻ അവസ്ഥ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് യാ മഅ്ശറൻ നിസാ, സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന വലൗ ബിഹുലിയികുന്ന, നിങ്ങളെ ആഭരണം കൊടുത്തുകൊണ്ടെങ്കിലും നിങ്ങൾ സദക്ക ചെയ്യണം. എന്താ ആഭരണം കൊടുത്തുകൊണ്ടെങ്കിലും എന്ന് പ്രത്യേകം പറഞ്ഞത്? ഏതൊരു പെണ്ണിനും ആഭരണം എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലേ, അതൊരു വല്ലാത്ത സംഗതിയാണ്. നമ്മളെ ഹജ്ജ് ക്ലാസ്സിലൊക്കെ മക്കത്ത് പോകുമ്പോൾ പെണ്ണുങ്ങൾക്കൊരു മോതിരം വാങ്ങിക്കൊടുക്കണം എന്നാണ് പറഞ്ഞപ്പോഴേക്ക് പെണ്ണുങ്ങളൊക്കെ കണ്ണും മോറുകൊണ്ട് തെളിഞ്ഞിട്ട് അല്ലാഹ് നല്ലതുമാണ് കേട്ടോ. ഉമ്മാൻ്റെ കാതിൽ എന്തെങ്കിലും ഒരു ആഭരണം ഉണ്ടാകൽ നല്ലതുമാണ്. എന്നാൽ അങ്ങനെ ഉണ്ടല്ലോ, മകളും മകനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മാൻ്റെ അടുത്ത് വന്നു പോകുമ്പോൾ മുഖത്തേക്കും ഒന്ന് നോക്കും, കാതിലും ഒന്ന് നോക്കും. അപ്പോൾ ആ കാതത്ത് കണ്ടുകാണ്ടെങ്കിലും പിന്നെ ഒന്ന് ഉമ്മാൻ്റെ അടുത്തേക്ക് വരാൻ തോന്നാൻ എന്തെങ്കിലുമൊക്കെ ആഭരണം നല്ലതുമാണ്. ഏതായാലും അല്ലാഹു നമുക്ക് ഖൈറ് തെരുമാറാവട്ടെ. അല്ല, നമ്മൾ തീരെ ഇല്ല എന്ന് പറയണ്ടല്ലോ. അപ്പോൾ എന്താ? തസദ്ദഖ്ന വലൗ ബിഹുലിയികുന, ആഭരണം എന്നത് ഒരു സ്ത്രീക്ക് അഴകാണ്. അഴകാ പ്രത്യേകിച്ച് മാത്രമല്ല, സ്ത്രീകൾക്ക് ആഭരണം കൊടുക്കുകയും വേണം. കുറച്ച് അമിതാവണ്ടെന്നേ ഉള്ളൂ. അത് കണ്ടങ്ങൾ ഈ വിരൽ കണ്ടില്ലേ? ഈ വിരൽ നമ്മൾ 5 വിരലിൻ്റെ കൂട്ടത്തിൽ ഇതിന് 2 പേരുണ്ട്. ഒന്ന് ഇതിന് പേര് അമ്മായി വിരലെന്ന്, പിന്നൊന്ന് ഇതിന് പറയൽ മോതിര വിരലെന്ന്. അമ്മായിക്കാളുള്ള മോതിരിട്ട് കൊടുക്കൽ. അതെന്തേ? ഇത് ഒറ്റക്ക് നിൽക്കാൻ കുറച്ച് കഴിവ് കുറവാണ്. 2 ആളും കൂടി റെഡിയാണ്. അപ്പോൾ അമ്മായിക്ക് എപ്പോഴും അമ്മോനും കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതതിൻ്റെ സ്ഥിതി. അപ്പം ഇതിനൊരു ഒരു ആഭരണമൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒരു ധൈര്യം കൂട്ടുക, ഒരു ഉഷാറ് കൂട്ടുക, ഒരു മാനസിക സംതൃപ്തി കൊടുക്കുക. അതാ സ്ത്രീകൾക്കൊരു ആഭരണം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളെ കുറവ് പരിഹരിച്ചുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് ഗമിക്കുന്നതിന് കിട്ടിയ ആഭരണം, അത് നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത. തസദ്ദഖ്ന വലൗ ബിഹുലിയികുന്ന, നിങ്ങൾ ആഭരണം കൊടുത്തുകൊണ്ടെങ്കിലും സ്വർഗം വാങ്ങിക്കോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹി സ്ത്രീകളോട് വഅദ് പറഞ്ഞു. സ്ത്രീകളൊക്കെ പിരിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിൽ വന്ന സ്ത്രീകളെ കൂട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ബീബി സൈനബ് റളിയല്ലാഹു അൻഹാ. ഞാനിത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കുടുംബ ബന്ധത്തിന്റെ നല്ല മാനസികാവസ്ഥ നിലനിൽക്കുന്നതിന് ഒരു സ്ത്രീ എപ്പോഴും ഭർത്താവിന്റെ മുഖം വായിക്കണം, ഭർത്താവിന്റെ മനസ്സ് വായിക്കണം, ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുകൊണ്ടുള്ള ഡിമാൻഡുകളെ ഭാര്യയിൽ നിന്ന് വരാവൂ. സാധിക്കാത്തത് ഭർത്താവിനെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ ഭാര്യയിൽ ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. കണ്ടോ, ഗൾഫിൽ നിന്ന് ഭർത്താവ് വരിക, പെട്ടി വലിയത് കണ്ടപ്പോ എന്നാ ഈ പ്രാവശ്യത്തെ വരവ് ഉഷാറാണ്, പെട്ടിമക്ക് മാത്രം നോക്കാൻ നിൽക്കണ്ട, വെള്ളിയാഴ്ചയാണ് മോര്യാർ നാട്ടിലേക്ക് വരല്. ഈ പ്രാവശ്യം മോര്യാർ വരുമ്പോൾ വലിയ വേഗ. പെണ്ണുങ്ങൾ വിചാരിച്ച് നല്ലോണം എന്തൊക്കെയോ വാങ്ങിക്കണം, നോലുമ്പൊക്കെ അടുത്തതല്ലേ. എവിടെ മോര്യാരെ പിരിച്ചു വിട്ടിട്ട് പഴയ തുണിക്ക് പഴയ കയറ്റി വരികയാണ്.
മനസ്സിലായോ? ഇത് പഴയ തുണിങ്കുപ്പായം തലക്കണിയൊക്കെ ആണോ അതല്ല ഇതിൽ പുതിയതാണോ എന്ന് നോക്കിയിട്ട് മതി സംഗതികൾ മനസ്സിലാക്കാൻ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യ, റസൂലുള്ള വയല് പറഞ്ഞത് കേട്ടിട്ട് വീട്ടിലേക്ക് വന്ന സൈനബ് ബിബി റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് ഒരു ചർച്ച ചെയ്തു. പിന്നെ മുത്ത് നബി വയല് പറഞ്ഞു, ഞങ്ങളോടൊക്കെ സദക്ക ചെയ്യാൻ പറഞ്ഞേക്കണേ. എൻ്റെ അടുത്താണിച്ചാൽ കുറച്ച് സ്വത്തും കാര്യമൊക്കെ ഉണ്ട്. നിങ്ങളാണെങ്കിൽ കഴിവ് കുറഞ്ഞ ആളുമാണ്. ആര്? ഭർത്താവ്. ഭർത്താവിന് കഴിവ് കുറവാണ്, ഭാര്യയ്ക്ക് അല്പം സാമ്പത്തിക ശേഷി ഉണ്ട്. അപ്പോൾ സൈനബ് ബിബി റളിയല്ലാഹു അൻഹ ഭർത്താവുമായി മുശാവറ ചെയ്യുന്നു, നിങ്ങളൊന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് പോവുക, എന്നിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി, എൻ്റെ ഭാര്യന്റെ സദക്ക ഞാൻ തന്നെ വാങ്ങട്ടെ, ഞാനൊരു കഴിവ് കുറഞ്ഞ ആളല്ലേ. അപ്പൊ കഴിവ് കുറഞ്ഞ ഭർത്താവിന് ഭാര്യ സദക്ക കൊടുത്താൽ അത് പറ്റുമോ പറ്റൂലേ? എൻ്റെ ഭാര്യന്റെ സദക്ക എനിക്ക് വാങ്ങിക്കൂടെ? അത് നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കിയാൽ. അപ്പൊ മൂപ്പര് ആൺകുട്ടിയല്ലേ, ആണുങ്ങൾ അങ്ങനെ ചോദിക്കാൻ പോവോ? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതൊക്കെ ഇജ്ജെന്നാണ് പോയി ചോദിച്ചാൽ, ഞാൻ പോയി ചോദിച്ചാൻ പോകാൻ നിൽക്കൂല. അത് റസൂലുള്ളാഹിന്റെ അടുത്ത് അത് പോയി ചോദിക്കാന്ന് പറഞ്ഞത് എൻ്റെ ഹയാ അതിന് അനുവദിക്കുന്നില്ല എന്ന്. അപ്പൊ എന്ത് പറഞ്ഞു? സൈനബ് പറഞ്ഞു, എന്നാ അപ്പൊ ഞാൻ തന്നെ പോയി നോക്കാം. സൈനബ് ബിബി റളിയല്ലാഹു അൻഹ എല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാൻ. അങ്ങനെയാ പള്ളിയിലേക്കോ മറ്റോ ഒക്കെ സ്ത്രീകൾ പോകുന്നു എന്ന് പറഞ്ഞാൽ കാര്യം ചോദിച്ചറിയാൻ വേണ്ടി വരും, മസല അറിയാൻ വേണ്ടി പോണ്ടി വരും, ഇൽമിന്റെ സദസ്സിലേക്ക് പോകേണ്ടി വരും. സൈനബ ബീബി വീട്ടിൽ നിന്ന് ഇറങ്ങി റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ വാതിൽ അടച്ചിക്കണം. ആ 36 വീടിന്റെ വാതിന്റെ അടുത്തെത്തിയപ്പോണ്ട് അവിടെ വേറൊരു പെണ്ണുങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. പെണ്ണുങ്ങൾ തമ്മിൽ കണ്ടാൽ വേഗം രോഗിയാവുമല്ലോ. ഞമ്മമാര് ഇങ്ങനെ താമസിച്ച് നിൽക്കൂല, വേഗം ഒരു രോഗിയാവും. അതൊരു നല്ല കാര്യമാണ്, മനസ്സിലായി? അതുപോലെ മനസ്സിന്റെ കുഴപ്പം കൂടിയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഞാൻ തന്നെ മതി എന്നുള്ള തോന്നലുണ്ട്, മറ്റവർക്ക് അങ്ങനെയല്ല, ഓളയും കൂടി കൂട്ടിയെങ്കിലും എൻ്റെ കാര്യം നടക്കുമെന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോ വേഗം സൈനബ ബിബി റളിയല്ലാഹു അൻഹ ഓടി വാതിക്ക നിൽക്കണ പെണ്ണുങ്ങളെ കണ്ടപ്പോൾ അങ്ങോട്ട് ചെന്നു. 36 പേരും സൈനബ് തന്നെയാണ്. അത് അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയാണ് സൈനബ ബീബി. എന്നിട്ട് അൻസാരികളിൽപ്പെട്ട പണ്ഡിതന്ന്, അല്ല നിങ്ങളെപ്പോഴും ഇവിടെ വന്നു എന്തേന്ന് ചോദിച്ചു. അപ്പൊ 36 പറഞ്ഞു, എടി റസൂലുള്ള വയല് പറഞ്ഞില്ലേ, കഴിവുള്ളവരൊക്കെ സദക്ക ചെയ്യണം ആഭരണം കൊണ്ടെങ്കിലും, ഇന്റെ മൂപ്പര് തീരെ കഴിവില്ലാത്ത ആളാ, അപ്പൊ എൻ്റെ സദക്ക മൂപ്പർക്കാണ് കൊടുത്താൽ മതിയോ എന്ന് റസൂലുള്ളാഹിനോടൊന്ന് ചോദിക്കാന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ. ഹാജത്തി ഹാജത്തുഹ, എൻ്റെ ആവശ്യവും ഓള ആവശ്യവും ഒന്നാ. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാക്കും റസൂലുള്ളാഹിന്റെ വാതിൽമേലൊന്ന് മുട്ടാൻ ധൈര്യം വരണ്ടേ? റസൂലുള്ളാഹി അല്ലേ അകത്തുള്ളത്. ഞങ്ങൾ ഇങ്ങനെ കാത്ത് പുറത്തു നിന്നു. അപ്പൊ അതാ വരുന്നു ആര്? ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ പള്ളിയിലെ മല്ലാക്കയുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആരെ അറിയാ? സൈനബ ബീവിനെ അറിയാം. അപ്പോ ഇബ്നു മസ്ഊദിന്റെ ഭാര്യയല്ലേ. അപ്പോ ബിലാൽ ഇങ്ങനെ വരുമ്പോ ചോദിച്ചു, എന്തയോ ചോദിച്ചു. ഒന്നുമില്ല ബിലാലെ, ഞങ്ങളെ റസൂലുള്ളാഹിനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ കാത്ത് ഞങ്ങളാണെന്ന് പറയണ്ട, ഇജ്ജൊന്ന് പോയി ചോദിച്ചോക്കാം. നിങ്ങളൊന്ന് പോയിട്ട് ആ വിവരം ഒന്ന് പറഞ്ഞെങ്കാണ്ട് അതിൻ്റെ ഒരു മറുപടി വാങ്ങി തരിക. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അകത്ത് എന്ന് സംഗതികളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബിയോട് പറഞ്ഞു, നബിയെ 2 പെണ്ണുങ്ങൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ തസദ്ദഖന വലൗ ബിഹുലിയികുന്ന, ആഭരണം കൊണ്ടെങ്കിലും നിങ്ങൾ സദക്ക ചെയ്യണമെന്ന് പറഞ്ഞ സദക്ക, ഭർത്താവ് കഴിവില്ലാത്തവർ, അങ്ങനത്തെ സ്ത്രീകൾ ഭാര്യമാർക്ക് കഴിവുണ്ടെങ്കിൽ അവരെ സദക്ക ഭർത്താക്കന്മാർക്ക് കൊടുത്തൂടെ? അതാണ് അവരുടെ ചോദ്യം. ആരാണ് ആ പുറത്ത് നിൽക്കണത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി. അപ്പൊ പിന്നെ ബിലാലിന് പറയാതെ നിർത്തില്ലല്ലോ. ബിലാല് പറഞ്ഞു, അത് ഒന്ന് സൈനബു ആണ്. അയ്യു സൈനബി, ഏത് സൈനബിയാണ് എന്ന് ചോദിച്ചു. അത് നമ്മളെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഭാര്യ. ഓള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ തുടരെയായി ഉപദേശിച്ചു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിവുള്ള ഭാര്യ കഴിവില്ലാത്ത ഭർത്താവിന് സദക്ക ചെയ്യുക. അപ്പൊ വേറെ ഒരു പെണ്ണുങ്ങളിൽ പിന്നീട് ഒരിക്കൽ ചോദ്യം വന്നു. എന്താ ചോദ്യം വന്നത്? നബിയേ, എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, എനിക്ക് കഴിവുണ്ട്, എൻ്റെ മടിയിൽ യതീമായ മക്കളുണ്ട്, ഞാൻ എൻ്റെ യതീമായ മക്കൾക്ക് കൊടുത്താൽ യതീം മക്കളെ പോറ്റിയ കൂലി എനിക്ക് കിട്ടുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് 2 പ്രതിഫലമുണ്ട്.
നിങ്ങൾക്ക് 2 പ്രതിഫലമുണ്ട്. ഒന്ന്, ഭർത്താവിന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ച് കുടുംബ ഭദ്രത നിലനിർത്തിയ പ്രതിഫലം. 2, നിങ്ങളെ മുതൽ സ്വതക്ക ചെയ്ത പ്രതിഫലം. യതീമായ മക്കളെ പോറ്റിയ പെണ്ണേ, നിനക്ക് 2 പ്രതിഫലമുണ്ട്. ഒന്ന്, അനാഥകളായി കുട്ടികളെ സംരക്ഷിച്ച പ്രതിഫലം. 2, ആ കുടുംബ ബന്ധം നിലനിർത്തിയ പ്രതിഫലം. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, തൊട്ടതിനെല്ലാം സ്വർഗമാണ് കേട്ടോ. മക്കളെ പോറ്റുക. കുടുംബത്തിന്റെ ഏറ്റവും വിളക്കുകളാണ് മക്കൾ. കുടുംബത്തിന്റെ വിളക്കാണ് മക്കൾ. കുടുംബത്തിന്റെ സന്തോഷമാണ് മക്കൾ. സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ ആഡംബരങ്ങളാണ്, ഐഹിക ജീവിതത്തിന്റെ സുഖ സന്തോഷമാണ്. ആ സുഖത്തിനും സന്തോഷത്തിനുമായി അല്ലാഹു തആല നൽകിയിരിക്കുന്ന മക്കളെ നമ്മൾ തീറ്റിപ്പോറ്റുക, അവരെ സംരക്ഷിക്കുക. അവരെ സംരക്ഷിക്കാൻ വാപ്പ മരണപ്പെട്ടു പോയാൽ ഈ ഭർത്താവ് വാപ്പയില്ലാത്ത മക്കളെ, ഈ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ, സുബ്ഹാനല്ലാഹ്, മക്കളെ പോറ്റുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്നറിയാമോ? സയ്യിദുനാ ജിബ്രീൽ. പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരെ, ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകും. ചിലപ്പോ ഭർത്താവ് മരണപ്പെട്ടു, അതോടുകൂടെ ആ കുടുംബത്തിന്റെ എല്ലാ ബന്ധം അങ്ങ് മുറിഞ്ഞു. അങ്ങനെയല്ല ഇസ്ലാം വെച്ചിട്ടുള്ളത്. ഇവള് ജീവിതത്തിന്റെ സുഖം നേടിപ്പോകാനല്ല ഇസ്ലാം വെച്ചത്. കുടുംബ ഭദ്രതയ്ക്ക് നിങ്ങൾ നോക്കൂ. 2 സംഭവം ഞാൻ നിങ്ങളെ മുമ്പിൽ വെക്കാം. ഒന്ന്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗാവകാശികളൊക്കെ സ്വർഗത്തിലെത്തി. ആ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. സ്വർഗത്തിലേക്ക് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പണ്ട് അപ്പുറത്തുനിന്ന് ഒരു കുസു 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 എന്നിട്ട് നമ്മൾ പെണ്ണുങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഉണ്ടാവുമല്ലോ എന്തായാലും ഒരു കുസു കുസു. ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് ചില സ്ഥലത്ത് നല്ല പെണ്ണുങ്ങൾ ഉണ്ടാവും. നമ്മളെ പെടുത്തവരൊക്കെ അള്ളാഹു അക്കൂട്ടത്തിൽ പെടുത്തല്ലേ. ആ പെണ്ണുങ്ങൾ ആ ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങനെ കുസു കുസു. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാമിനെ വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, എന്താ അവിടെ ഒരു ഒച്ചപ്പാട്, ഒന്ന് പോയി നോക്കാണെന്ന്. അപ്പൊ നോക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാം പോയി നോക്കുമ്പോ സ്വർഗത്തിന്റെ പുറത്ത് അവിടെ ഇങ്ങനെ കുറച്ച് പെണ്ണുങ്ങൾ, ഒക്കെ ചെറുപ്പക്കാരിയാണ്. അവരോട് ചോദിച്ചു, എന്താണാവോ നിങ്ങൾക്ക്? ആ സമയത്ത് അവര് പറയുന്നത്, ജിബ്രീലേ, ഞങ്ങളാരാണെന്നറിയോ? ഞങ്ങളെ ശരീരത്തിന്റെ യുവത്വം, ഞങ്ങളെ ശരീരത്തിന്റെ ഭംഗി അത് നിലനിൽക്കുന്ന സമയത്ത് 1 കുട്ടി, 2 കുട്ടി, 3 കുഞ്ഞുങ്ങളായി. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞങ്ങൾക്ക് 28ഉം 30ഉം ഒക്കെ വയസ്സായപ്പോൾ ഈ കുട്ടികളെ വാപ്പാര് മരണപ്പെട്ടു പോയി. 2ഉം 3ഉം യതീമുകളെ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇവരെ വാപ്പ മരണപ്പെട്ടു. ഞങ്ങൾ ഭർത്താവില്ലാത്ത ഉമ്മമാരായി. ഞങ്ങൾ ഈ യതീമക്കളെ കൊണ്ട് ജീവിക്കുകയാണ്. അവരെ കഷ്ടപ്പെട്ട് പോറ്റുകയാണ്. ഞങ്ങളെ ശരീരത്തിന്റെ ഭംഗി നഷ്ടപ്പെട്ടിട്ടില്ല, ആരോഗ്യവും നഷ്ടപ്പെട്ടിട്ടില്ല. ആ സമയത്ത് വിവരമറിഞ്ഞ് ഞങ്ങളെ കെട്ടന്വേഷിച്ച് മറ്റു ചില ആളുകൾ വന്നു. മറ്റു പല ഭർത്താക്കന്മാരും ഞങ്ങൾക്ക് അന്വേഷണം വന്നു. പക്ഷേ ഞങ്ങൾ ഓർത്തുപോയി, പടച്ച റബ്ബേ, ഈ ചോര പൈതലുകളെ വിട്ടിട്ട് ഞങ്ങളൊരു ഭർത്താവിന്റെ സുഖം തേടിപ്പോയാൽ ഈ കുഞ്ഞുങ്ങളെ സ്ഥിതി എന്താകും റബ്ബേ? ഇത് ഓർത്തുകൊണ്ട് ഞങ്ങളൊരു പുതിയ ഭർത്താവിനെ സ്വീകരിച്ചില്ല. ഞങ്ങൾക്കാണെങ്കിൽ പുറത്തു പോയി അധ്വാനിച്ച് കൊണ്ടുവരാൻ ഒരാളുമില്ല. അങ്ങനെ ഞങ്ങൾ പ്രയാസപ്പെട്ട് വേദന കടിച്ചിറക്കി കഷ്ടപ്പെട്ട് ഈ മക്കളെ ഞങ്ങൾ പോറ്റിയെടുത്തു. ദുനിയാവിലോ ഞങ്ങൾക്കൊരു സുഖം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വർഗത്തിലേക്കെങ്കിലും ഞങ്ങൾക്കൊന്ന് വേഗത്തിൽ വന്നുകൂടെ? ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ വന്നിട്ട് ത്വാഹ റസൂലുള്ളാഹി നബി തങ്ങളോട് പറയുന്നു, നബിയേ, തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ചില സഹോദരിമാര് അവർ ഇതാണ് കേസ് പറയുന്നത്. അവർ യതീമക്കളെ പോറ്റിക്കൊണ്ട് വളർത്തിയ ഉമ്മമാരാണ്. അവർക്ക് ആദ്യം സ്വർഗത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ജിബ്രീലേ, ഉടനെ ആ വാതിൽ തുറന്നു കൊടുക്കൂ, അവർ സ്വർഗത്തിലേക്ക് വരട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ ഉമ്മമാരെ, മടിത്തട്ടിൽ ഭർത്താവ് ഉണ്ടായിട്ടും ഇല്ലാതെയും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 പെൺകുട്ടികളെ പോറ്റി വളർത്തുന്നവർ, 3 പെൺകുട്ടികളെ പോറ്റി വളർത്തുന്നവർ, അവരും ഞാനും മശ്ശറാമുറ്റത്ത് ഇത്ര അടുത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുട്ടികളെ സംരക്ഷിക്കുക, ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, കുളിപ്പിക്കുക, താമസം കൊടുക്കുക, വിവാഹപ്രായമാകുന്നത് വരെ അവരെ തെർബിയത്ത് ചെയ്യുക, വിവാഹപ്രായമെത്തിയപ്പോൾ അവർക്കൊരു ഇണയെ തെരഞ്ഞെടുത്ത് കൊടുക്കുക. ഇതൊക്കെ കുടുംബ ബാധ്യതയുടെ ഏറ്റവും അടിസ്ഥാന വിഷയങ്ങളാണ്. ചില ചെറുപ്പക്കാരുണ്ട്,
പെൺകുട്ടികളൊക്കെ കെട്ടിച്ചാനയക്കണ്. എന്നാലും ഓൻ്റെ കുതിരളിയും ഓൻ്റെ കള്ളുകൂടിയും ഓൻ്റെ തോന്നിവാസവും ഓൻ്റെ ദൂർത്തും ഓൻ്റെ ആർഭാടവും ഇതൊന്നും നിൽക്കുന്നില്ല. ഈ ചെറിയ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് തരുന്ന പ്രതിഫലം ചെറുതല്ല. നോക്കണം നിങ്ങൾ, ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ, ഉഹദ് യുദ്ധത്തിൽ നിന്ന് തിരികെ കഴിഞ്ഞു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കുമ്പോൾ ഒരാളുടെ മുന്നിൽ അതിവേഗത്തിൽ വാഹനം ഓടിച്ചു പോകണം. അപ്പോ റസൂലുള്ളാന്റെ വാഹനം ഒന്നാണ് വേഗത കൂട്ടി. അടുത്തെത്തി റസൂലുള്ള പുറത്ത് ഇങ്ങനെ മുട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ റസൂലുള്ള ചോദിച്ചു, എന്താ അത്ര തിരക്കോ ചോദിച്ചു. എന്തേ ഇപ്പൊ ഇത്ര ധൃതി ചോദിച്ചു. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ അടുത്ത് കല്യാണം കഴിച്ച ആളല്ലേ, അതുകൊണ്ട് അത്യാവശ്യം കഴിഞ്ഞപ്പോൾ വേഗമാണ് നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്താന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ റസൂലുള്ള ചോദിച്ചു, മോനെ, നീ കല്യാണം കഴിച്ചത് അത്ര ചെറിയ കുട്ടിയാണോ അതല്ല കുറച്ച് പ്രായമുള്ള പെണ്ണാണോ? ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ അല്പം പ്രായമുള്ള, നേരത്തെ ഒരാൾ കല്യാണം കഴിച്ച് ഒഴിവാക്കിയ അങ്ങനെ കുറച്ച് പക്വതയുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ഹല്ലാ ജാരിയത്തൻ തുലായിബുഹാ വ തുലായിബുക, നിനക്ക് അങ്ങോട്ടും അവൾക്ക് ഇങ്ങോട്ടും കളിച്ച് രസിച്ച് വളരാവുന്ന ഒരു കുടുംബ വ്യവസ്ഥിതിയിൽ നിങ്ങൾക്ക് സന്തോഷിച്ച് വളരാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്നേഹം പങ്കുവെക്കാൻ പറ്റിയ പെണ്ണിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നില്ലേ? ആ സമയത്ത് ജാബിർ തങ്ങൾ പറയുന്നു, നബിയേ, എൻ്റെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് 7 പെൺമക്കളാണ്, ഞാനൊരു ആൺതരിയാണുള്ളത്. ഈ ആൺകുട്ടിയായ എന്നോട് എൻ്റെ വാപ്പ പറഞ്ഞത്, മോനെ, ഈ പെൺമക്കളെല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ട് വാപ്പ പോട്ടെ. അങ്ങനെയാണ് എൻ്റെ ഉപ്പ പോയത്. തങ്ങൾക്കറിയില്ലേ, ഈ ചെറിയ പെങ്ങന്മാരെ കൂട്ടത്തിലേക്ക് അവരെ പ്രായമോ അവരെക്കാൾ ചെറിയ പ്രായമോ ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് അവർക്കിടയിൽ ഞങ്ങളിങ്ങനെ കളിച്ചും രസിച്ചും വളരുമ്പോൾ തീർച്ചയായും എൻ്റെ പെങ്ങന്മാരെ കാര്യം ഞാൻ മറന്നു പോകുമോ? അത് ഓർത്തുകൊണ്ട് ഞാനിതാ അല്പം പക്വതയുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചതെന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു കുടുംബം, എൻ്റെ പെങ്ങന്മാർ, എൻ്റെ വീട്ടിലെ മക്കൾ, എൻ്റെ പ്രായമുള്ള മാതാപിതാക്കൾ, എൻ്റെ സഹോദരിമാർ എന്നിങ്ങനെ തുടങ്ങി റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സ്വഹാബാക്കള്, സ്വഹാബിയാത്തുകള്, അന്നത്തെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, അവരൊക്കെ കുടുംബങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിലയും നിലയും അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചത് കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് പലർക്കും കുടുംബം എന്ന് പറയുന്നത് വേണ്ട എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഇംഗ്ലീഷ് രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും നിങ്ങൾ നോക്ക്, മദറുടെ ഫാദറുടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലത്തിൽ ഓരോരോ ദിവസങ്ങൾ നിശ്ചയിച്ചിരിക്കുക. എന്തേ? വലിയ ഉന്നത പണക്കാര്, ഉന്നത ഉദ്യോഗസ്ഥന്മാര്, അംബാസഡർമാര്, ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവര്, വിലസുന്നവര്, അവര് തീറ്റിപ്പോറ്റി വളർത്തിയ മാതാപിതാക്കളെ കാണുന്നില്ല. ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കണം, ഇന്നും നമ്മുടെ നാട്ടിലും നൊന്ത് പ്രസവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ നാട്ടിലുണ്ട്. മകളും മകനും, അതല്ലെങ്കിൽ മകളും മരുമകനും, ഇവരൊക്കെ അങ്ങ് ഗൾഫിൽ പോയി, അവർക്ക് അവിടെ നല്ല സുഖം. എന്നിട്ടോ 10 വർഷമായി തിരിച്ചു വന്നിട്ടില്ല. ഇവര് പണം അയച്ചു കൊടുത്തത് കൊണ്ട് മാത്രം, ഇവരിവിടെ വീടുണ്ടാക്കി കൊടുത്തത് കൊണ്ട് മാത്രം. ഓ ചെറുപ്പക്കാരെ, മനസ്സും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിന് മാത്രമല്ല ഇന്ന് വല്ലാത്തൊരു പാകപ്പിഴവ്. എന്താ? ഒരു കുടുംബത്തിൽ പ്രായമുള്ള ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, ആ കണ്ണി അങ്ങ് അറ്റുപോകുന്നതോടുകൂടെ പിന്നെ കുടുംബങ്ങൾ തമ്മിൽ അറിവില്ലാതാകുന്നു, കുടുംബങ്ങൾ തമ്മിൽ ബന്ധമില്ലാതാകുന്നു. നോക്കണം നിങ്ങൾ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുലകുടി ബന്ധം എന്നത് ഇസ്ലാമിൽ വെച്ചത് എന്താ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, 2 വയസ്സ് പ്രായമാകുന്നത് വരെയാണ് മുലകുടി പ്രായം. ആ പ്രായത്തിനിടക്ക് ഒരു ഉമ്മയുടെ മുല കുട്ടി അവന് പൂതി തീരുന്നത് വരെ ഒരു കുട്ടി ഒരു ഉമ്മയുടെ മുല തുടർച്ചയായി 3 അതിലധികമോ പ്രാവശ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ മുലകുടി ബന്ധത്തിലെ ആ കുട്ടി ഉമ്മയും മകനുമാണ്, ഉമ്മയും മകളുമാണ്, അത് ആങ്ങളെയും പെങ്ങളെയുമാണ്. ഇത്രത്തോളം ഇസ്ലാം
കുടുംബ ബന്ധത്തിന്, സ്നേഹബന്ധത്തിന് വല്ലാത്ത പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ രക്തബന്ധത്തിൽ പിറന്ന ജ്യേഷ്ഠനുജന്മാരും സഹോദരി സഹോദരങ്ങൾ പോലും ഇന്ന് പെരുന്നാളിന്, അതുപോലെ തന്നെ ഏറ്റവും അടുത്തടുത്ത കാര്യങ്ങൾക്ക് ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും ബന്ധപ്പെടുകയും ചെയ്യാതെ വളർന്നു വരുന്ന തലമുറയിലെ നേരെ മക്കൾ, അതിനപ്പുറത്തെ മക്കൾ പരസ്പരം കുടുംബമാണെന്നറിയാതെ, ബന്ധുക്കളാണെന്നറിയാതെ, രക്തബന്ധമുള്ളവരാണെന്നറിയാതെ എത്ര ആളുകൾ കുടുംബബന്ധം തകർന്നു പോകുന്നു. ഇത് ഭൂമിയുടെ ഘടനയ്ക്ക് തന്നെ മാറ്റം വരാൻ, ഭൂമി കുലുക്കം സംഭവിക്കാൻ ഇത് കാരണമായി പോകും കേട്ടോ. ഭയപ്പെട്ടോ സഹോദരി, ഭയപ്പെട്ടോ സഹോദരാ. ഒരാൾക്ക് വലിയ ആരോഗ്യം കൊണ്ട് നിഅമത്തുണ്ടാകുമ്പോൾ, മറ്റൊരാൾക്ക് പണം കൊണ്ട് നിഅമത്തുണ്ടാകുമ്പോൾ, മറ്റൊരാൾക്ക് പദവി കൊണ്ട് നിഅമത്തുണ്ടാകുമ്പോൾ അല്ലാഹുവിനെ മറന്നു പോകണ്ട. വയഖാഫൂന സൂഅൽ ഹിസാബ്, ചീത്തയായ മരണത്തെ ഭയപ്പെട്ടോ. അതേ സമയത്ത് ഈ അമലുകൾക്ക് അല്ലാഹ് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ജീവിതത്തിന്റെ ആഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആഗ്രഹമാണ് മനുഷ്യന്റെ മനസ്സിന് ആരോഗ്യമുള്ള ദീർഘായുസ്. അത് നിങ്ങൾക്ക് സാധിക്കണോ? എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? മൻ സറഹു അൻ യുമദ്ദലഹു ഫീ ഉംരിഹി വയസ്ദാദ ഫീ റിസ്ഖിഹി ഫല്യബറ വാലിദൈഹി വല്യസിൽ റഹിമഹു ശഫീഉനാ റസൂലുള്ളാഹി. മക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയുസ് വർദ്ധിക്കണോ? വെറും ആയുസ് വർദ്ധിക്കൽ മാത്രമല്ല, നിങ്ങളെ റിസ്ക്, നിങ്ങൾക്ക് സ്വത്തും മുതലുമൊക്കെ അതും വർദ്ധിച്ചിട്ട്, വർദ്ധിച്ച് എന്ന് പറഞ്ഞാൽ പട്ടിണിയില്ലാത്ത ബറക്കത്തുള്ള റിസ്ക്. അപ്പൊ നിങ്ങളെ ആരോഗ്യത്തിൽ വർധനവ്, നിങ്ങളെ ഭക്ഷണത്തിൽ വർധനവ്, നിങ്ങളെ വീട് കുടികളിൽ വർധനവ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്ന് താല്പര്യമുണ്ടോ? ഈ സന്തോഷം മനസ്സിൽ പൂതി വെച്ച് നടക്കുന്നവരെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തോ. വല്യസിൽ റഹിമഹു, കുടുംബ ബന്ധം നിലനിർത്തിക്കോ. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഒരു പ്രത്യേക ഘട്ടത്തിൽ റസൂലുള്ളാഹിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കിന്റെ കൂട്ടത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ ഓർമ്മപ്പെടുത്തിയത്? നബിയേ, അല്ലാഹു നിങ്ങളെ കൈയൊഴിക്കൂല, അല്ലാഹു നിങ്ങളെ വിടൂല, അല്ലാഹു നിങ്ങളെ വേദനിപ്പിക്കൂല. ഇന്തേ ഇന്നക ലതസിലുർ റഹ്മ, നിങ്ങൾ കുടുംബ ബന്ധം നിലനിർത്തുന്ന ആളല്ലേ നബിയേ. ഓ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഥ പറഞ്ഞു കൊടുക്കുന്നു. മൂന്നാളുകൾ അവരതാ യാത്ര ചെയ്തു പോയി. അവരൊരു പർവ്വതത്തിന്റെ ഉച്ചിയിലെത്തി. ആ പർവ്വതത്തിന്റെ ഉച്ചിയിൽ അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറ്റും മഴയും കോളും പെട്ടെന്ന് വന്നു. സുബ്ഹാനല്ലാഹ്, ഈ പർവ്വതത്തിൽ വെച്ചുകൊണ്ട് എന്തു ചെയ്യും? അവര് അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുമ്പോൾ അതാ ഒരു ഗുഹ കാണുന്നു. ആ ഗുഹക്കകത്തേക്ക് ഇവര് 3 പേരും ഓടിക്കേറി. ആ ഗുഹയിൽ അവര് പോയി ഇരുന്നതേ ഉള്ളൂ. ഒരു പാറക്കല്ല് ഉരുണ്ട് 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 വന്നിട്ട് ഗുഹാമുഖത്ത് പൂർണ്ണമായും അടഞ്ഞുപോയി. പൂർണ്ണമായും ഗുഹാമുഖം അടഞ്ഞുപോയ മൂന്നാളുകളും അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കി കാണുന്നില്ല. അവര് കണ്ണോട് കണ്ണ് നോക്കി കാണുന്നില്ല. അവര് പരസ്പരം സംസാരിച്ചു, ഇനി നമുക്ക് രക്ഷ കിട്ടണോ? ഒരു നിരക്കും അവര് 3 പേരും ശക്തി ഉപയോഗിച്ച് തള്ളിയിട്ട് ആ കല്ല് അനങ്ങുന്നില്ല. അവര് 3 പേരും പറഞ്ഞു, ജീവിതത്തിൽ വല്ല നല്ല കാര്യവും ചെയ്തിട്ടുണ്ടോ? അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യം ചെയ്തിട്ടുണ്ടോ? അത് റബ്ബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തോ? അത് റബ്ബിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചോ? ആ അഅ്മാലു സ്വാലിഹത്ത് കൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെട്ട അമല് തവസ്സുലാക്കി പടച്ചവനോട് ചോദിക്കലല്ലാതെ നമ്മുടെ മുമ്പിൽ ഇനി മാർഗമില്ല. ഞാൻ ചരിത്രം പൂർത്തീകരിക്കുന്നില്ല. ഒരു സംഭവം അതിൽ ഒരാൾ പറഞ്ഞു, അല്ലാഹുവേ, നിനക്കറിയില്ലേ, ഞാൻ ആടുകളെ മേച്ചുകൊണ്ട് കുടുംബം പോറ്റുന്നയാളാണ്. പർവ്വത ശിഖരങ്ങളിൽ, മലയുടെ താഴ്വാരങ്ങളിൽ, ഈ ഘോരമായ വനാന്തരങ്ങളിൽ ആടുകളെ മേച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. ഈ ആടുകളെ മേച്ച് ജീവിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിട്ടയാക്കിയുള്ളത്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. അതേ പ്രകാരം എനിക്ക് മാതാപിതാക്കളുണ്ട്. ആട്ടിനെ നോക്കി വളർത്തിയിട്ട് ആടിനെ വൈകുന്നേരം കറന്ന് അതിൻ്റെ പാല് കൊണ്ടുവരും. എന്നിട്ട് പടച്ച റബ്ബേ, എല്ലാ ദിവസവും പാൽ കറന്നെടുത്തിട്ട് ആദ്യം ആ പാലുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ ഓടിച്ചെല്ലും. മക്കളെയൊക്കെ ഉമ്മ വെച്ച് താലോലിച്ച് മക്കളെയും കൂട്ടി അദ്ദേഹം മാതാപിതാക്കളുടെ അടുക്കൽ വരും.
എന്നിട്ട് മാതാവും പിതാവും വിശ്രമിക്കുന്ന സ്ഥലത്ത് വന്ന് അദ്ദേഹത്തിന്റെ നേരെ മക്കളെയൊക്കെ അവിടെ ഇരുത്തി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പാല് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഉമ്മാക്ക് കൊടുക്കുന്നു, ഉപ്പാക്ക് കൊടുക്കുന്നു. അവര് രണ്ടുപേരും കുടിച്ച് അൽഹംദുലില്ലാഹ് സന്തോഷിച്ച ശേഷം ആ പാലിന്റെ ബാക്കിയുള്ളത് മക്കൾക്ക് കൊടുക്കുന്നു, ഭാര്യക്ക് കൊടുക്കുന്നു, അദ്ദേഹം കുടിക്കുന്നു. ഇങ്ങനെയാണ് ഭക്ഷണ രീതി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ ചരിത്രം പൂർത്തീകരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറയാ, ഭദ്രതയുള്ള കുടുംബ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വീട്ടിൻ്റെ അകത്തുള്ള മാതൃകാ ഭക്ഷണ രീതി. മാതൃകാ ഭക്ഷണ രീതി അത് ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ കിസ്സ പൂർത്തീകരിക്കുമ്പോൾ എങ്ങനെയാ മാതൃകാ ഭക്ഷണ രീതി? നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്ന ഉമ്മ ആ മുലക്കണ്ണെടുത്ത് കുട്ടികളെ വായിലേക്ക് വെക്കുമ്പോൾ ബിസ്മില്ലാഹ്, കുടിച്ച് കുട്ടി അങ്ങോട്ട് മുലക്കണ്ണെടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചൊല്ലുക. ഒന്ന്, ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കാൻ പ്രായമാകുമ്പോൾ ഉമ്മ നല്ല പോലെ കൈ കഴുകുക. ആ കഴുകിയ കൈ കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹ്, കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ചെറിയ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ഇരുത്തിക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ സമയമാകുമ്പോൾ കുഞ്ഞുങ്ങളോട് കുൽ ബി യമീനിക മുഹമ്മദുർ റസൂലുള്ളാഹ്, വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചോ. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുന്നു, ഭക്ഷണ തളികയിൽ കൈയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാരിക്കളിക്കുന്ന കുട്ടിയോട് കുൽ അമാമക, നിന്റെ മുന്നിൽ നിന്ന് എടുത്തു തിന്നോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്, വലത്തെ കൈ കൊണ്ട് കഴിക്കാന്, അല്പാൽപമായി കഴിക്കാനും, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വല്ലതും നിലത്ത് വീണ് നശിച്ചു പോകാതിരിക്കാൻ നബി തങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അത് തർബിയത്തിന്റെ ഭാഗമായി നബി തങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. മാത്രമല്ല, പൊരുത്തപ്പെടാത്ത ഒരു ഭക്ഷണം കുട്ടിയുടെ ആമാശയത്തിലേക്ക് പോകാതിരിക്കാൻ നിർബന്ധ സ്വഭാവം റസൂലുള്ളാഹി സ്വീകരിക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ പാലിച്ചിരിക്കണം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതോടൊപ്പം ചെറിയ മക്കൾ, അവർക്ക് 3 വയസ്സായി 4 വയസ്സായി, കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ച് റെഡിയായാൽ കുട്ടികളെ 2 കൈ കഴുകി ശീലിപ്പിക്കണം. കുട്ടികളെ ഭക്ഷണം ഈ രൂപത്തിലൊക്കെ ശീലിപ്പിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കുട്ടികളെ കൊണ്ട് പെറുക്കിയിട്ട് ആ പ്ലേറ്റിലേക്ക് ഇടിക്കണം. എന്നിട്ട് ഉമ്മ, ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, മക്കളെ, SSLCക്കും PDCക്കും അതുപോലെ തന്നെ ഉയർന്നും താഴെയൊക്കെ പഠിക്കുന്ന നമ്മൾ സ്കൂൾ വിട്ട് കോളേജ് വിട്ട് വീട്ടിലെത്തുമ്പോഴേക്ക് നമ്മുടെ ഉമ്മ അവിടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി പാകപ്പെടുത്തി നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്തിച്ചു തന്നു. കൈ കഴുകി ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ച ഉടനെ എഴുന്നേറ്റ് ഫുട്ബോളുമായി ഗ്രൗണ്ടിലേക്ക്. എടോ മോനെ, നിന്റെ ഉമ്മ നിന്റെ വേലക്കാരിയാണോടാ? ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രം, ആ അവശിഷ്ടങ്ങളൊക്കെ ആ പാത്രത്തിലേക്ക് എടുത്തു വെച്ച് നീ കഴിച്ച പ്ലേറ്റ് എങ്കിലും, അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊന്ന് തിരിച്ച് ഉമ്മയുടെ അടുക്കലേക്ക് അങ്ങോട്ട് അടുക്കളയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് നീ കഴിച്ച ആ പ്ലേറ്റ് ഒന്ന് കഴുകി വെക്കാൻ നിനക്ക് എന്താണോ പ്രയാസം? ഇത് ചെറിയ പ്രായത്തിൽ കുട്ടികളെ കൊണ്ട് ശീലിപ്പിച്ചേ മതിയാകൂ. മറ്റൊന്ന്, കുട്ടികൾ വലുതാകുന്നതിനനുസരിച്ച് വാപ്പാർക്കൊരു ദുസ്വഭാവമുണ്ട്. എന്തേ? വലിയ കുട്ടികൾ വലുതാകുന്നതിനനുസരിച്ച് പിന്നെ ഒപ്പം ഭക്ഷണം കഴിക്കൂല. കഴിക്കോ? ബാപ്പ വേറെ, കുട്ടികൾ വേറെ. അതിങ്ങനെ വലുതായി കുട്ടിക്കൊരു 15 വയസ്സ് 20 വയസ്സ് അങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ജ്യേഷ്ഠനും അനുജനും. രാവിലെ ഒരു 2 എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളെ അനുജനോട് ചോദിച്ചോളാം, കാക്ക എവിടെ? ഏല് പോയി എന്നറിയില്ല. അപ്പൊ ഈ വരിയെന്നല്ലേ വരുന്നത്? ആ, ഞാൻ അവിടെ തന്നെ. ഓ എവിടേക്കോ പോയിക്കണം. ബാപ്പാനോട് ചോദിച്ചു, അല്ല എവിടേക്കാ കുഞ്ഞാൽപ്പി പോയി? ഓ ഇന്നലെ അവിടെ വന്ന് തള്ളൻ്റെ അടുത്ത് എന്തോ വാങ്ങി തന്ന് ഏലേ പോയിക്കണെന്നോ. എന്നാ പിന്നെ തള്ളൻ്റെ അടുത്ത് തിന്ന് പറഞ്ഞത് എന്തിനാ ജി? മറ്റേ മലയാളം പറഞ്ഞൂടെ? വാപ്പയും മക്കളും തമ്മിൽ യാതൊരു ബന്ധമല്ല, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ യാതൊരു. ഇതല്ല വേണ്ടത്. വാപ്പാരോട് രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണത്തിന്റെ സമയത്തിന് വീട്ടിലെത്തുക. എത്ര വലിയ മക്കളാണെങ്കിലും ഏതാളാണെങ്കിലും മക്കളോട് അവന്റെ ജോലി ചുറ്റുപാട് മനസ്സിലാക്കി മക്കളോട് ഉപദേശിക്കണം. ഇതാ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇവിടെ വന്നോളൂ. വാപ്പയും ഉമ്മയും, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഒരു ദിവസം ആ വീട്ടിലുള്ള ഭക്ഷണം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് തമ്മിലുള്ള സ്നേഹത്തിന്റെ വർധനവിന്,
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയത്തിന്, അച്ചടക്കത്തിന് എല്ലാം അത് അനിവാര്യമാണ്. മാത്രമല്ല 22 വയസ്സായ ചെറുപ്പക്കാരന് അവിടെ പുളിക്കൽ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കും, അല്ലാഹ് ഇശാന്റെ ബാങ്ക് കൊടുത്ത് വേഗം പോട്ടെ, ഞാൻ ചെന്നിട്ടേ ഉമ്മ ഭക്ഷണം കഴിക്കുള്ളൂ, ഞാൻ ചെന്നിട്ടേ വാപ്പ ഭക്ഷണം കഴിക്കുള്ളൂ. അതല്ല സങ്കടം. ചെറിയ 2-3 കുട്ടികളുണ്ട്, ഓരും ഞങ്ങൾ ഒരുമിച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ വേഗം പോട്ടെ. ഇങ്ങനെ ഒരു കാവരി നമ്മളെ വീട്ടിലുണ്ടോ? ഇല്ല. അതിൽ വന്ന് ഓൻ തിന്ന് ഇറങ്ങിപ്പോയി, മറ്റോ ഇതിൽ വന്ന് തിരി ഇറങ്ങിപ്പോയി. പാടില്ല. അതല്ല ശീലിപ്പിക്കേണ്ടത്. വീട്ടിൽ ആ കുടുംബത്തിന്റെ ഒരു ഭദ്രത. ആ ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്കെന്താ നാളെ ജോലി, എത്ര മണിക്കാ പോകേണ്ടത്, നിനക്കെന്താ ഏർപ്പാട്, എനിക്കെന്താ എപ്പോഴാണ് എനിക്ക് പോകേണ്ടത്? വാപ്പ മക്കളോട് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയുമ്പോൾ മക്കളെ ഒക്കെ ഒതുണ്ടാക്കി വേഗം കടന്നോളി. ഇപ്പം സുബൈൻ്റെ ബാങ്ക് കുറേ നേരത്തെയാണ്, 4 പണ്ട് ഇയാൾ പറഞ്ഞു 1900 കുറേ അപ്പുറം എന്നല്ലേ എന്ന മാതിരി. അങ്ങനെയാണ് ഇപ്പം നമ്മളെടുത്തുള്ള. അപ്പോൾ 4:52 അല്ലേ, 4:46 എന്നിങ്ങനെ. മക്കളെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. സുബൈ 6:16 സുബൈ ഖളാ ആകുന്നതാണ്. രാത്രി കടക്കുമ്പോൾ ബാപ്പാൻ്റെ ഒരു ഉണർത്തൽ മക്കൾക്ക് എത്ര ഫലം ചെയ്യുമെന്നറിയോ? രാത്രി കിടക്കുമ്പോൾ മക്കളെ വധു എടുത്ത് കടന്നോളി എന്ന ഒരു ഉണർത്തൽ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിന്റെ മനസ്സും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചുകൊണ്ട് പറഞ്ഞിട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏത് കാര്യങ്ങൾ പറഞ്ഞിടത്തും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണോ, കുടുംബത്തിന്റെ മനസ്സും തമ്മിലുള്ള അടുപ്പത്തിന്റെ ചേർച്ച. അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ, വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല. അള്ളാഹ് ചേർക്കാൻ പറഞ്ഞതിനെ ചേർക്കണം. കുട്ടികളാകുമ്പോ പ്രായത്തിന്റെ പരിധിക്കനുസരിച്ച് ഭക്ഷണത്തിൽ അവരെ ഒരുമിച്ചിരുത്തുക, കിടപ്പറയിൽ അവരെ വേർതിരിച്ച് കടത്തുക. എത്രത്തോളമാണ് ഇസ്ലാം പഠിപ്പിച്ചത്? 7 വയസ്സ് പ്രായം കഴിഞ്ഞാൽ അവരെ ഭക്ഷണത്തിന് ഒരുമിച്ചിരുത്തുക, ജമാഅത്ത് നിസ്കാരത്തിന് ഒരുമിച്ചിരുത്തുക, സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾക്കൊക്കെ ഒരുമിച്ചിരുത്തുക, കിടപ്പറയിൽ അവരെ മാറ്റിക്കിടത്തുക. ഒക്കെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിയായ ആ ചിട്ട കുടുംബത്തിൽ നിലനിർത്താൻ നല്ല പോലെ. ഇവിടെയാണ് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മാതാപിതാക്കൾ ഒരുമിച്ച് ഉമ്മാക്കും ഉപ്പാക്കും പാല് കൊടുത്തു, അവര് കുടിച്ച് മക്കൾക്ക് കൊടുത്തു, ഭാര്യക്ക് കൊടുത്തു. ഇതാണ് എൻ്റെ പതിവ്. പടച്ച റബ്ബേ, ഒരു ദിവസം ഞാൻ ആടുകളയുമായി വീട്ടിൽ തിരിച്ചെത്താൻ സമയം വൈകിയപ്പോഴോ ഇരുട്ടായിപ്പോയി. ഇരുട്ടത്ത് പാൽ കറന്നെടുത്തപ്പോഴോ പിന്നെയും ഇരുട്ടായി. ആ പാലുമായി വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴോ അല്ലാ മക്കള് കാത്തിരിപ്പുണ്ട്. പക്ഷേ എൻ്റെ പ്രായമായ ഉമ്മയും ഉപ്പയും ഉറങ്ങിപ്പോയിരിക്കുന്നു. പാറക്കല്ല് മുഖത്ത് വന്ന് അടഞ്ഞിട്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ വിഷമിച്ചു നിൽക്കാൻ പോകുന്ന 3 ആളുകളിൽ ഒരാള് അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സ് തുറന്നു വെക്കുകയാണ്. അല്ലാ, നിന്റെ മുമ്പിൽ ഞാനൊരു സങ്കടം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പറയട്ടെ. അല്ലാ, എൻ്റെ മാതാപിതാക്കൾക്ക് ഈ രൂപത്തിൽ പാല് കൊടുത്ത് വളർത്തിയെടുക്കുന്ന ഞാന് രാത്രി വൈകി വീട്ടിലെത്തി. ആടിനെ കറന്ന് പാലുമായി ഉമ്മ കിടക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോ ഉമ്മ ഉറങ്ങിയിരിക്കുന്നു. വാപ്പയെ നോക്കുമ്പോൾ വാപ്പയും ഉറങ്ങിയിരിക്കുന്നു. എൻ്റെ കാലിനടിയിൽ ചെറിയ മക്കൾ പാലിന് കാത്തിരിക്കുന്നു. പതിവനുസരിച്ച് വാപ്പാക്കും ഉമ്മാക്കും കൊടുത്തിട്ടാണ് മക്കൾക്കും ഭാര്യക്കും കൊടുക്കാറുള്ളത്. ചെറുപ്പക്കാരെ, കല്യാണം കഴിക്കണത് വരെ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ ഉമ്മാന്ന് പറഞ്ഞിട്ടാ കയറല്. ഓ, എന്താണ് ഉമ്മാക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷം. ഞാനൊക്കെ ഇപ്പം ഇങ്ങനെ ബഅദ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞമ്മക്ക് ഉമ്മാൻ്റെ അടുത്ത് എപ്പോഴും പോകാൻ കൂട്ടില്ല. ആഴ്ചയിൽ 1 ദിവസം, ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ 3 ദിവസം. എന്നാ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോകാൻ കൂടിയതുള്ളൂ എങ്കിൽ നമ്മൾ അവിടെ ചെന്ന് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ, പറമ്പക്കാണ് കയറുമ്പോൾ തന്നെ ഉമ്മാന്നൊരു വിളി വിളിച്ചാൽ ഉമ്മാൻ്റെ എല്ലാം കഴിഞ്ഞു. പെങ്ങന്മാരൊക്കെ പറയും, മോന് വരട്ടെ, മോൻ്റെ വഴുതും മോൻ്റെ തിരക്കും, ഇന്നെ കാണാത്ത ഒരു തിരക്കോനെന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഇവിടെ ഇങ്ങനെ തിരക്ക് കൂടി കുത്തിരിക്കാനി. എൻ്റെ വിളിയിൽ കേട്ട് നോക്കുമ്പോൾ ഇവിടെ പോകുന്നൊന്നുമില്ല. അപ്പോൾ പെങ്ങന്മാരൻ്റെ ഉമ്മാനോട് ചോദിച്ചാൽ ഇപ്പം നിങ്ങളെ വെക്കാണം കൂടുതലൊന്നുമില്ലേ? അതാ ഉമ്മ എന്നുള്ള വിളിയോട് കൂടെ ഉമ്മാൻ്റെതൊക്കെ റെഡിയായി.
അതാണ് മക്കളെ ഉമ്മ, അതാണ് മക്കളെ ഉമ്മ. പ്രിയപ്പെട്ടവരെ, അതാണ് ആ ചെറുപ്പക്കാരൻ ആ ഗുഹാമുഖത്തിരുന്നു കൊണ്ട് റബ്ബിനോട് പറയുന്നത്, റബ്ബേ, കുട്ടികളതാ എൻ്റെ കാലിനടിയിൽ, അവർക്ക് വിശപ്പുണ്ട്, പക്ഷേ എൻ്റെ മനസ്സ് റബ്ബേ വിശന്ന വയറോടുകൂടെ അല്ലേ എൻ്റെ ഉമ്മ കിടക്കുന്നത്, വിശന്ന വയറോടുകൂടെ അല്ലേ എൻ്റെ വാപ്പ കിടക്കുന്നത്. അവരെ ഒന്ന് തൊട്ട് വിളിച്ചുണർത്താനോ, ഉമ്മയെ വിളിച്ചുണർത്താൻ, ഉമ്മയെ ഉറക്കം ക്ഷീണിച്ച് കിടന്ന അവരെ ഉണർത്താൻ എനിക്ക് മടി. അങ്ങനെ ഞാൻ അതേ നിപ്പ് നിന്ന് പാൽപാത്രം കയ്യിൽ പിടിച്ച് ഞാൻ ഉമ്മയുടെ അടുത്ത് നിന്നു, ഞാൻ വാപ്പയുടെ അടുത്ത് നിന്നു. എൻ്റെ ചെറിയ മക്കൾ എൻ്റെ കാലിനടിയിൽ അവർ കിടന്നു. നേരം പുലരുന്നത് വരെ പാൽപാത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉമ്മ മക്കൾ, ഉമ്മ മക്കൾ ഇതിങ്ങനെ ഓർത്തുകൊണ്ട് പാൽപാത്രവും കയ്യിൽ പിടിച്ച്, എൻ്റെ ഉമ്മ എപ്പോ ഉണർന്നാലും ഉമ്മാക്ക് പാല് കൊടുക്കണം, ഉമ്മ കുടിച്ചാൽ ഉടൻ വാപ്പാക്ക് കൊടുക്കണം, വാപ്പ കുടിച്ച ഉടനെ മക്കൾക്ക് കൊടുക്കണം. ഇതിനു വേണ്ടി ഞാൻ കാത്തുനിന്ന് നേരം പുലരുന്നത് വരെ ഉമ്മയുടെ പൊരുത്തം കാത്തുകൊണ്ട് നിന്നത് നിനക്കറിയില്ല റബ്ബേ. ഇങ്ങനെയുള്ള ഒരു സൽക്കർമ്മം ഞാൻ നിന്നെ മാത്രം ഭയപ്പെട്ടിട്ടാണ് ഒരു രാത്രി മുഴുവനും മാതാപിതാക്കളെ പൊരുത്തത്തിന് വേണ്ടി പാൽപാത്രവുമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ കാട്ടിൽ ആട്ടിനെ മേച്ച് കുഴങ്ങി ക്ഷീണിച്ച് ചെന്ന ഞാന് കുളിക്കാതെ വസ്ത്രം മാറ്റാതെ ക്ഷീണിച്ച് അതേ നിപ്പ് ഞാൻ നിന്നത് നിന്നെ വിചാരിച്ചാണ് റബ്ബേ, എൻ്റെ മാതാപിതാക്കളെ പൊരുത്തം വിചാരിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ അകപ്പെട്ട വിഷമത്തിൽ നിന്ന്, ഞങ്ങൾക്ക് ഈ ഗുഹന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് നോക്കിയിട്ട് ആകാശം കാണുന്ന ഒരവസ്ഥയെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ അല്ലാ. ആ ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന അവസാനിപ്പിച്ച് ചുണ്ട് കൂട്ടുന്നതിന് മുമ്പ് ആ പാറക്കല്ല് കാൽ ഭാഗം അതാ നീങ്ങി ഇങ്ങോട്ട് കണ്ടു. അവര് ആകാശം പുറത്തേക്ക് വെളിച്ചം കണ്ടു. അൽഹംദുലില്ലാഹ്. ബാക്കി രണ്ടാളുകളെ പ്രാർത്ഥന പൂർത്തിയായപ്പോൾ കല്ല് മുഴുവനും നീങ്ങി എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാക്കി രണ്ടാളും ചരിത്രം പൂർത്തീകരിക്കാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഞാൻ എൻ്റെ വിഷയത്തിൽ അത് ചുരുക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാരെ, കുടുംബം എന്നത് അത് ചേർത്ത് നിലനിർത്തേണ്ടതാണ്. കുടുംബ ബന്ധത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വന്നാൽ, കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വീടൊന്ന് വലുതാക്കേണ്ടി വന്നാൽ, കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് കാര്യങ്ങളും നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകണം. പക്ഷേ ഒന്ന് രണ്ട് കാര്യം ഇതിനിടയ്ക്ക് ഞാൻ ഉണർത്തുക. വയസ്സായ ഒരു പകുതി മൂല്യം, ഡിഗ്രി ഒന്നും എടുത്ത ആളല്ല, അയാൾ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചാണ് കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ, ഈ ഉമ്മമാരൊക്കെ 10-40 ദിവസങ്ങളൊപ്പം ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഇവരോട് മക്കത്തുനിന്നും മദീനത്തുനിന്നും ഒന്ന് പറയണം, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാലെങ്കിലും മരക്കൾ അടങ്ങാറാക്കരുത് കേട്ടോ എന്നൊന്ന് പറയണം കേട്ടോ. അതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളമ്മമാർക്ക് ഇതുവരെ മോലാർ പറഞ്ഞത് തിരക്കേടില്ലേനി, ഇപ്പം നോക്കുമ്പോൾ അപ്പം അത് എന്നാ ചെറിയ പെൺകുട്ടികളെ സ്ഥിതി അത് തന്നെയാണ്. ആ ചില കുട്ടികൾ കുസൃതിക്കായിട്ട് നിൽക്കുകയാണ് അല്ലേ. എന്താണ് മളെ, സമയം വൈകുന്നേരമായല്ലോ, ആ ചെറുക്കൻ വരാനും അയക്കണം, അരി ഉണ്ടോയെന്നൊന്ന് നോക്കാം. ഓളാണ്ട് ഔത്തേക്ക് പോയിട്ട് ഒന്നും മുണ്ടിന് കേൾക്കണില്ല. അല്ലണ്ണി അരി ഉണ്ടോ? നോന്ന്. എന്താണ് ഈ പെൺകുട്ടിക്ക്? ജയ് അരി ഉണ്ടോയെന്ന് നോക്കാൻ, അമ്മായിമ്മേ അരി ഉണ്ടോയെന്ന് നോക്കാൻ, നോ പ്ലീസ്. നോക്കി നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് കൂടി അമ്മായിമാനോടാണ്. പിന്നെ അമ്മായിമാനെ പറഞ്ഞിട്ട് കാര്യമുണ്ടത്. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് 10ാം ക്ലാസ് 12ാം ക്ലാസ്സെങ്കിലും മദ്രസന്ന് പഠനം പൂർത്തിയാക്കി 10ാം ക്ലാസ് കഴിഞ്ഞു പോയ കുട്ടികൾക്ക് ഇപ്പത വരുന്നേ ഈ കൊല്ലത്തെ റമദാൻ ഒരു ഉദാഹരണം. റമദാനിലെ 15 ദിവസം, ഓണത്തിൻ്റെ 15 ദിവസം ഒപ്പ മദ്രസയും സ്കൂളും ഒക്കെ വെക്കേഷനാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക്, അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, സന്തോഷം, അദബ്, മര്യാദ, ഈ വക കാര്യങ്ങളിൽ
അവർക്കൊരു 2 ദിവസത്തെ ട്രെയിനിങ് ക്ലാസ് ഓവർ ടൈമായി എടുത്തുകൊണ്ട് ഇല്ലേ നമ്മളെ ഈ ക്രിസ്മസ് വെക്കേഷൻ, പെരുന്നാൾ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് വെക്കേഷനുകൾ വരുമല്ലോ. അപ്പം മദ്രസ പ്രായം കഴിഞ്ഞ പെൺകുട്ടികളെയും ചെറുപ്പക്കാർക്കുമൊക്കെ, പെൺകുട്ടികൾക്ക് വേറെ ആൺകുട്ടികൾക്ക് വേറെ, ഒരു കുടുംബ ബന്ധം. എന്താണ് ഒരു ഭാര്യ, ആരാണ് ഒരു ഭർത്താവ്, എന്താണ് മാതാപിതാക്കൾ, ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടലുകളും ചീറ്റലുകളും, സുഖങ്ങളും സന്തോഷങ്ങളും, ദുഃഖങ്ങളും സന്തോഷങ്ങളും, സല്ലാപം, ഇതൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ട്? കുടുംബ ബന്ധം മുറിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം സുബ്ഹാന ജല്ല ജലാലു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പുകളൊക്കെ പൂർത്തീകരിച്ചു. എല്ലാ സാധനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയിഷ ബീബിയെ വിളിച്ചുകൊണ്ട്, ആയിഷു നിനക്കറിയോ, അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശി, കുടുംബ ബന്ധം എന്നത് അർശിനോട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കുടുംബ ബന്ധം എന്നതിൻ്റെ ആ ബന്ധമുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ അർശിനോട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ചില ഉമ്മമാരുണ്ട്, മനസ്സ് വേദനിച്ച് നെഞ്ഞത്ത് കൈവച്ചിട്ട്, മനെ ഇന്റെ ദ്വാ അർശുമ്മൽ മുട്ടും കേട്ടോ എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അത് ചെറിയ കാര്യമല്ല, അത് ചെറിയ കാര്യമല്ല. ഇന്റെ ദ്വാ അർശുമ്മൽ മുട്ടുട്ടോ എന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ. എന്തേ? അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. കുടുംബ ബന്ധം എന്നത് മാതാവും പിതാവും തങ്ങളുടെ ബന്ധം, മകളും മകനും തമ്മിലുള്ള ബന്ധം, ആ കുടുംബം എന്ന രക്തബന്ധം, അത് പ്രിയപ്പെട്ടവരെ, ആ ബന്ധത്തിന്റെ കണക്ഷൻ അർശുമായി മുട്ടി നിൽക്കുന്നതാണ്. മൻ വസലനി വസലഹുല്ലാഹ്, അള്ളാഹുവിനോട് അതാ കുടുംബ ബന്ധം, ആ റഹിമ് അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് പറയുന്നത് ഞാൻ അർശുമായി ബന്ധപ്പെട്ടതാണ്. എന്നെ ചേർത്തിയവൻ അള്ളാഹു തആലയുമായി ബന്ധപ്പെട്ടവനാണ്, അള്ളാഹിനെ ചേർത്ത് പിടിച്ചവനാണ്. മൻ വസലനി വസലഹുല്ലാഹ്, എന്നെ അടുപ്പിച്ചവനെ അള്ളാഹു അടുപ്പിക്കും, എന്നെ ചേർത്തിയവനെ അള്ളാഹു ചേർക്കും, എന്നെ ബഹുമാനിച്ചവനെ അള്ളാഹു ബഹുമാനിക്കും. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നെ വേർപിരിച്ചവനെ അള്ളാഹു വേർപിരിക്കും, എന്നെ മുറിച്ചവനെ അള്ളാഹു മുറിക്കുമടോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവമുള്ള വാക്കായി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല അർശിനോട് ബന്ധിപ്പിച്ച വിഷയമാണ്. അതാണ് ഉമ്മമാര് പറഞ്ഞത്. അങ്ങനെയുണ്ട് അർശിനോട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. അതാണ് ഇത്തഖി ദഅവത്തുൽ മദ്ലൂം എന്ന് പറഞ്ഞത്. നിരപരാധിയുടെ പ്രാർത്ഥന സൂക്ഷിച്ചോ, നിരപരാധിയുടെ പ്രാർത്ഥന സൂക്ഷിച്ചോ. പാവപ്പെട്ടവൻ, തെറ്റ് ചെയ്തിട്ടില്ലാത്ത ആള്, സാധുവാണ്, നിന്റെ അത്ര കഴിവും കാര്യങ്ങളും ഇല്ല, അവനെ നീ പീഡിപ്പിച്ചു, അവനെ നീ ബുദ്ധിമുട്ടാക്കി, സുബ്ഹാനല്ലാഹ്, അതിലാരും വരുന്നുണ്ട് ഒരു പരിധി വരെ. അന്യ തറവാട്ടിൽ നിന്ന് ചിലപ്പോൾ ഉമ്മല്ല, അല്ലെങ്കിൽ അന്യ തറവാട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് വാപ്പയില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ചോദിക്കാനും ബാക്കളനും ആങ്ങളാരില്ല. അവളെ കെട്ടിക്കൊണ്ട് വന്നത് ഇവന്റെ വീട്ടിലേക്കാ. ഭർത്താവിന് മുമ്പിൽ അവള് കൊച്ചാണ്, ഭർത്താവിന്റെ ഉമ്മയുടെ മുമ്പിൽ അവള് കൊച്ചാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാം ആ പെണ്ണ് സഹിച്ച് ചെയ്യുന്നുണ്ട്, എന്നാലും തൊഴുത്തിൽ കുത്തു തീർന്ന നേരമില്ല. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, അങ്ങനെ നിങ്ങൾ ഒരാളും ആയിപ്പോകരുത് കേട്ടോ. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? നിന്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്, ആ പെണ്ണിന്റെ മനസ്സ് നീ സന്തോഷിപ്പിച്ച് അവൾക്ക് ഭക്ഷണം കൊടുത്ത് അവൾക്ക് സുഖം കൊടുക്കുന്നുണ്ടോ? നിന്റെ മകളെ കെട്ടിച്ചേടത്ത് സുഖമുണ്ടാകും ഇല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ മക്കളിലോ മക്കളെ മക്കളിലോ അതിന്റെ ദുരിതം പൂർത്തിയാകാതെ പോകൂല. ഓ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ഭർത്താവിന്റെ ഉമ്മ നിങ്ങൾ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ ഈ പെൺകുട്ടികളോട് പറയുന്നത്, നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവിനെയാണ്. നിന്റെ എല്ലാ സംരക്ഷണവും നിന്റെ ഭർത്താവാണ്. നിന്റെ എല്ലാമായ നിന്റെ ഭർത്താവിന് ഈ കാണുന്ന ഭംഗിയും ഈ കാണുന്ന ആരോഗ്യവും ഈ കാണുന്ന യുക്തിയും ഈ കാണുന്ന തന്ത്രവും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മയാണ്. ആ ഉമ്മയെ നീ ബഹുമാനിച്ചോ, ആ ഉമ്മയെ നീ സ്നേഹിച്ചോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ കുടുംബ ബന്ധത്തിന് അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശി, കുടുംബം എന്ന് പറയുന്നത്, റഹിം എന്ന് പറയുന്നത് ആ കുടുംബ ബന്ധം അത് എൻ്റെ കുടലിൽ നിന്ന് മുറിഞ്ഞതാണ്, എൻ്റെ രക്തത്തിൽ നിന്ന് പിരിഞ്ഞതാണ് എന്ന് പറയുന്ന ആ ബന്ധമുണ്ടല്ലോ. മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നെ ചേർത്തിയവനെ അല്ലാഹ് ചേർക്കും, എന്നെ വേർപ്പെടുത്തിയവനെ അല്ലാഹ് വേർപ്പെടുത്തും
എൻ്റെ കണ്ണീര് ഓന് തട്ടാതെക്കൂല എന്ന് ഉമ്മ പറയാറുണ്ട്. എൻ്റെ പ്രാർത്ഥന ഓന് തട്ടാതിരിക്കൂല എന്ന് വാപ്പ പറയാറുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് ഒരിക്കലും മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിക്കരുതേ. ഓ എൻ്റെ ചെറുപ്പക്കാരനായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ കുടുംബത്തെ കൊണ്ടുപോകരുതേ. ഓ പെണ്ണെ, നിന്റെ ഭർത്താവ് ഒരു പക്ഷേ കഴിവ് കുറഞ്ഞവനായിരിക്കാം, അവന് വലിയ സാമ്പത്തിക ശേഷി ഇല്ലാത്തവനാകാം. അതല്ലെങ്കിൽ കുടുംബത്തിൽ നിന്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ നല്ല കഴിവുള്ള ആളാ, അനുജൻ നല്ല യുക്തിയുള്ള ആളാ, നിന്റെ ഭർത്താവ് ഒരു കഴിവ് കുറഞ്ഞ ആളാ. മൂന്നാക്കളിൽ ഇയാൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പൊട്ടൻ, ഇയാൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു തോയൻ, ഇയാൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പച്ചപ്പജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ ഇടങ്ങേറാക്കല്ല, ഭർത്താവിനെ പരിഹസിക്കല്ല. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്നെ കെട്ടിയത് മുതൽക്ക് തന്നെ എനിക്കൊരു ബരകരാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ വേദനിപ്പിക്കല്ല. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഒരാൾ മനസ്സും തമ്മിൽ വേദനിപ്പിക്കുന്ന കുത്തുവാക്ക് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. സദസ്സിൽ ഉണ്ടായിട്ടും ഇല്ലാതെയും രണ്ട് രൂപത്തിൽ ആക്ഷേപിക്കുന്നതിന് ഹുമസ ലുമസ എന്ന് പറഞ്ഞാൽ എന്താ? സദസ്സിൽ ഉണ്ടായിട്ട് ആക്ഷേപിക്കുക, സദസ്സിൽ ഇല്ലാതെ ആക്ഷേപിക്കുക, അതാണ് ഹുമസ ലുമസ. അതല്ലെങ്കിലോ വ്യക്തമായി പറഞ്ഞുകൊണ്ട് പരിഹസിക്കുക, അല്ലെങ്കിലോ സദസ്സിലിട്ടിട്ട് കുത്തുവാക്ക് പറഞ്ഞിട്ട് മറ്റവർക്കൊക്കെ മനസ്സിലാകും ചെയ്യും. എന്നാ എന്തെങ്കിലും പറഞ്ഞേക്കണോ? പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊക്കെ തന്നെ. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്കുകളെ കൊണ്ടും പരിഹാസവാക്കുകളെ കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്വഭാവക്കാർ അവർക്ക് നരകത്തിന്റെ അടിത്തട്ടിലാണ് സീറ്റെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് കുടുംബത്തിനോടാകുമ്പോഴോ, അത് നേരെ രക്തബന്ധത്തിനോടാകുമ്പോഴോ അല്ലാഹ് അപ്പോഴൊക്കെ കുറ്റത്തിന്റെ ഗൗരവം കൂടിക്കൂടി വരികയാണ്. അപ്പോഴൊക്കെ കുറ്റത്തിന്റെ ഗൗരവം എന്റെ കൂലി കൂടുന്നത് പോലെ. നീ സദക്ക ചെയ്തു, ആർക്ക് സദക്ക ചെയ്തു? നിന്റെ അനുജന് ഏറ്റവും കഴിവില്ല, നിന്റെ ഭർത്താവിന് ഏറ്റവും കഴിവില്ല. കഴിവില്ലാത്ത കുടുംബത്തിന് സദക്ക ചെയ്യുമ്പോൾ രണ്ട് കാര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് കുടുംബ ബന്ധം നിലനിർത്തിയ പ്രതിഫലം, രണ്ടാമത് സദക്ക ചെയ്ത പ്രതിഫലം. ഇതേപോലെ തന്നെയാണ് ചീത്തയുടെ കാര്യത്തിലും. നീ വേണ്ടാത്തത് ചെയ്യുമ്പോൾ കുടുംബം മുറിച്ചത്, തെറ്റ് ചെയ്തത്, രണ്ട് ശിക്ഷയും നീ ഏറ്റുവാങ്ങേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഫഹൽ അസൈതും മിൻ തവല്ലൈതും അം തുസിദു ഫിൽ അർളി വതഖത്തഉ അർഹാമകും ഉലൈക الذين لعنهم الله فأصمهم وأعمى أبصارهم. കുടുംബ ബന്ധം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യവും കുടുംബ ബന്ധത്തെ മുറിക്കുന്നതിന്റെ പ്രത്യേക ശിക്ഷയും ഇത് രണ്ടും ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് നാളെ ആഖിറത്തിൽ അതാ അല്ലാഹുവിന്റെ അർശിന്റെ അടുക്കൽ വരുന്നു. അതാ കാമത്തിൽ റഹ്മു, റഹ്മ് കുടുംബ ബന്ധം അതതാ അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കൽ ഉയർന്നു നിൽക്കുന്നു. എന്നിട്ടതാ സംസാരിക്കുന്നു. ഓരോ ആളുകൾ ഇങ്ങനെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക. ആ വരുന്ന ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ പടച്ചവനെ, ആ വരുന്നവൻ അതാ എന്നെ മുറിച്ചവനാണ്, ആ കുടുംബ ബന്ധം മുറിച്ചവനാണ്. അല്ലാ റഹ്മങ്ങനെ നിന്നിട്ട് കുടുംബ ബന്ധം അവിടെ നിന്നിട്ട് അള്ളാഹുവിനോട് തർക്കിക്കുന്നത്, സംസാരിക്കുന്നത്, വാശി പിടിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മക്കളെ അള്ളാഹുവിന്റെ ശാപമുണ്ട് കേട്ടോ. മഹ്ശറ മുറ്റത്തേക്ക് വരുമ്പോൾ ഓ പ്രിയപ്പെട്ടവരെ, കാതടച്ചവരായി, കണ്ണ് കാണാത്തവരായി, ഇരുട്ടിൽ തപ്പുന്നവരായി അവർ പ്രയാസപ്പെടുന്ന രംഗമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഓ പ്രിയപ്പെട്ടവരെ, കണ്ണും കാണൂല അവരാക്ക്, ചെവിയും കേൾക്കൂല അവരാക്ക്. നോക്കൂ നിങ്ങൾ അയാളെ ഗതികേട് എത്രയാണ്. ഈ രൂപത്തിൽ മഹ്ശറ മുറ്റത്തിൽ വരേണ്ടി വരും കുടുംബത്തെ ഭിന്നിപ്പിച്ചവൻ, കുടുംബത്തെ തെറ്റിച്ചവൻ എന്ന് ഖുർആൻ പറയുമ്പോൾ മാതൃകാ കുടുംബം എന്നത് സ്നേഹമാണ്, മാതൃകാ കുടുംബം എന്നത് ആദരവാണ്, മാതൃകാ കുടുംബം എന്നത് വാത്സല്യമാണ്, മാതൃകാ കുടുംബം എന്നത് പരസ്പരം കഞ്ഞിയില്ലെങ്കിൽ കഞ്ഞിക്കൊത്ത വാക്ക് എന്ന് പറയും പഴയ ആൾക്കാർ. എല്ലാവർക്കും സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ പറ്റൂല, അത് ഉണ്ടാകുമ്പോൾ കൊടുത്ത് സഹായിക്കണം. കഞ്ഞിയില്ലെങ്കിൽ കഞ്ഞിക്കൊത്ത വാക്ക് എന്ന് പറഞ്ഞത് എന്താ? വളരെ അർത്ഥമുള്ള വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുറെ പണം കൊടുക്കലല്ല, കുറെ വിഭവങ്ങൾ കൊടുക്കലല്ല, കൊടുക്കുന്നത് പച്ചവെള്ളമാണെങ്കിലും, കൊടുക്കുന്നത് പച്ചവെള്ളമാണെങ്കിലും അതൊരു ഈമാനോടുകൂടെ, അതൊരു സന്തോഷത്തോടു കൂടെ, അതൊരു പൊരുത്തപ്പെട്ട മനസ്സോടുകൂടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉമ്മമാരോട് ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ചില പെണ്ണുങ്ങൾക്ക് കുടുംബങ്ങളൊക്കെ വീട്ടിലേക്ക് വിരുന്ന് വല്ലൊരു വെറുപ്പ, ഒന്നായിട്ട് പൊളിഞ്ഞ് കെട്ടി ഇടക്കടക്ക് വരും. വേണ്ട,
അപ്പം എന്താ അബ്ബക്ക് ഇത് വെച്ചുണ്ടാക്കേണ്ടി വരും. ചിലവർക്ക് മുതൽ ചിലവാകണില്ല, ഉണ്ടാക്കാൻ പഠിച്ചിട്ട്. ചിലവരെന്താക്കാണ് മുതൽ ആരെങ്കിലും തിന്നു പോണീനൊന്നും കുഴപ്പമില്ല, ഇത് ഉണ്ടാക്കണല്ലോ. മറ്റതെന്താന്ന് വെച്ചാൽ ഉച്ചക്കും വൈകുന്നേരത്തിനും എല്ലാം കൂടി കാണും ഒന്നാണ് തിളപ്പിച്ച് ചൂടാക്കി വെച്ചാൽ അയിമലാണ്ട് കഴിയുമല്ലോ. പല മനസ്സുള്ളവരുമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് നാളെ സ്വർഗം നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മക്കളെ, അള്ള എനിക്ക് സ്വർഗം കാണിച്ചു തന്നതാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ്. ആ സ്വർഗത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫുഅ വഅക്വാബും മൗദുഅ വനമാരിക്കു മസ്ഫൂഫ വസറാബിയ്യു മബ്സൂസ. എന്താണ് ആ സ്വർഗത്തിന്റെ അവസ്ഥ? ഫീഹാ ഐനുൻ ജാരിയ, സ്വർഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമുദ്രങ്ങളുണ്ട്. പാലിന്റെ പുഴ ഒഴുകുന്നു, തേനിന്റെ പുഴ ഒഴുകുന്നു. ദുർഗന്ധമോ മസ്തോ ബുദ്ധിയുടെ വകതിരിവിന് കുഴപ്പമോ ഇല്ലാത്ത പാലിന് സമാനമായ മധുരം വർദ്ധിച്ച നല്ല രുചി വർദ്ധിച്ച ഒരു കള്ളിന്റെ പുഴ ഒഴുകുന്നു. ഫീഹാ ഐനുൻ ജാരിയ. ആ സ്വർഗത്തിലേക്ക് അന്ന് കടന്നു നോക്കുമ്പോ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫൂഅ. സ്വർഗത്തിൽ ഉയർത്തി വിറ്റിരിക്കുന്ന കട്ടില്, എന്താണ് നല്ല ഉയരമുള്ള കാല്. ആ കാലുകൾക്കൊക്കെ നിങ്ങളെ കൊത്തുപണികൾ കൊടുത്തിട്ട് എന്തൊരു രസമുള്ള കട്ടിലാണ്. ആ പാൽപ്പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ആ കട്ടിലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫീഹാ സുറുറും മർഫൂഅ. പിന്നെ ആ കട്ടിലിന്റെ ചുറ്റുഭാഗത്ത് പ്രത്യേകം കോപ്പകൾ, ഇങ്ങനെ കൈയുള്ളതും ഇല്ലാത്തതും എന്ത് ഭംഗിയുള്ള കോപ്പ. ഓരോ പാത്രത്തിലും ഓരോ കോപ്പയിലും സുബ്ഹാനല്ലാഹ് പാല് നിറച്ച കോപ്പ, തേൻ നിറച്ച കോപ്പ, വല്ലാത്ത മധുരപാനീയങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന കോപ്പകൾ. വനമാരിക്കു മസ്ഫൂഫ, അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിരിക്കുന്ന തലയണകൾ, അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിരിക്കുന്ന തലയണകൾ. ആ പവറുള്ള കട്ടിലിന് മുകളിൽ തലയണമേൽ ഇങ്ങനെ കൈകുത്തിയിട്ട് തൊട്ടടുത്ത് നിന്ന് കൈ ഏന്തിക്കേണ്ട ആവശ്യമില്ല, തൊട്ടടുത്ത് നിന്ന് കിട്ടുന്ന കോപ്പയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ താഴെ നോക്കുമ്പോൾ വനമാരിക്കു മസ്ഫൂഫത്തുൻ വസറാബിയ്യു മബ്സൂസ, പച്ചപ്പരവതാനി വിരിച്ചിരിക്കുന്ന നിലം, പച്ചപ്പരവതാനി വിരിച്ചിരിക്കുന്ന അതിന്റെ ഫ്ലോറ്, അതിന്റെ ചുമര്, അതിന്റെ കട്ടില്, എല്ലാം സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്ന ആ സ്വർഗത്തിലേക്ക് മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ജ്യേഷ്ഠനുജന്മാർ, സഹോദരന്മാർ, മക്കൾ കുടുംബസമേതം പോകാൻ അല്ലാഹുവേ ഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്.